Good afternoon. Good afternoon, ma'am. Good afternoon. Happy New Year. Happy New Year, ma'am. കഴിഞ്ഞ വർഷത്തിൽ നമുക്ക് കുറേയധികം സങ്കടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം, അതിലുപരി സന്തോഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. ഈ വർഷം നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ പറ്റട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു കേട്ടോ. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു വർഷം നേരുന്നു. Thank you, ma'am. Happy New Year. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു പിക്ചറിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കതൊന്ന് നോക്കാം. ഒരു ഐ ഹോസ്പിറ്റൽ എൻവയൺമെന്റിന്റെ ഒരു എന്താ പറയാ വർക്ക് ഫ്ലോ ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ, നമ്മുടെ കണ്ണാശുപത്രിയുടെ. അപ്പൊ എങ്ങനെയാണ് അവിടുത്തെ വർക്ക് ഫ്ലോ പോകുന്നത്, എങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം പിക്ചറിലൂടെ. നമ്മൾ ഏതൊരു ആശുപത്രിയിൽ ചെന്നാലും ആദ്യം കയറി ചെല്ലുന്നത് ഇടം എന്ന് പറയുന്നത് എൻക്വയറി അല്ലെങ്കിൽ റിസപ്ഷൻ ആണ് അല്ലെ. അവിടെയായിരിക്കും നമ്മൾ ഫസ്റ്റ് ചെല്ലുക. അതിനുശേഷം നമ്മൾ എങ്ങോട്ടാ പോവുക? രജിസ്ട്രേഷനിലേക്ക് പോകും അല്ലെ. അതായത് നമ്മളുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ഒരു രജിസ്ട്രേഷൻ ID അവർ തരുന്നതായിരിക്കും. ഓക്കെ, ഒരു UHID ക്രിയേറ്റ് ചെയ്യപ്പെടും. ദെൻ അവിടെ നിന്ന് നമ്മുടെ രേഖകൾ, അതായത് നമ്മൾക്ക് നമ്മുടെ പേര് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾക്ക് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യും. അത് നേരെ മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകും. ഓക്കെ, അപ്പോ ഇത്തരത്തില് എന്താ പറയാ, പേഷ്യന്റ് വന്നു, പേഷ്യന്റ് രജിസ്റ്റർ ചെയ്തു, അതിനുശേഷം രേഖകൾ മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നു. അതിനുശേഷം പിന്നീട് മറ്റ് സ്ഥലങ്ങളിലേക്ക് രോഗി പോകുന്നുണ്ട്. ഓക്കെ, അപ്പോ എങ്ങോട്ടാണ്? രോഗിയല്ല കേട്ടോ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ പോകുന്നത്, മറിച്ച് നമ്മുടെ ഫയലാണ് എന്ത് ചെയ്യുക, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവുക. ഓക്കെ, പിന്നെ രജിസ്ട്രേഷനിൽ നേരെ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലിനിക്കൽ എക്സാമിലേക്ക് പേഷ്യന്റ് പോകുന്നുണ്ട്. ക്ലിനിക്കൽ എക്സാം എന്ന് പറഞ്ഞാൽ ഡോക്ടർ പരിശോധിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ക്ലിനിക്കൽ എക്സാമിന് ശേഷം 3 സ്ഥലങ്ങളിലേക്കാണ് പേഷ്യന്റ് പോകുന്നത്. അതിനകത്ത് ആദ്യത്തെ സ്ഥലം എന്ന് പറയുന്നത് ക്ലിനിക്കൽ എക്സാമിന് ശേഷം നേരിട്ട് എന്ത് ചെയ്യുന്നു, മരുന്ന് വാങ്ങിക്കാനായിട്ട് പോകുന്നു. അല്ലെങ്കിൽ ഗ്ലാസ് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഐ ഹോസ്പിറ്റൽ ആണ് അതുകൊണ്ട് ചിലപ്പോൾ ഗ്ലാസ് പ്രിഫർ ചെയ്യാം ഡോക്ടർ. അത് വാങ്ങിച്ചിട്ട് നേരെ പേഷ്യന്റ് എക്സിറ്റ് ആവുകയാണ് ചെയ്യുക. ദെൻ രണ്ടാമത്തേത് ക്ലിനിക്കൽ എക്സാമിന് ശേഷം നേരെ എങ്ങോട്ട് പോകുന്നുണ്ട്, വാർഡിൽ അഡ്മിറ്റ് ആവുന്നുണ്ട്. ഓക്കെ, വാർഡിൽ എന്ത് ചെയ്യാം, രോഗി അഡ്മിറ്റ് ആവാം. അപ്പോ ആ ഒരു പ്രോസസ് അവിടെ നടക്കുന്നുണ്ട്. ദെൻ മൂന്നാമത്തേത് ക്ലിനിക്കൽ എക്സാമിന് ശേഷം ഓപ്പറേഷൻ ആവശ്യമുള്ള, സർജറി ആവശ്യമുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരെ പേഷ്യന്റ് കൗൺസിലേക്ക് സജസ്റ്റ് ചെയ്യുന്നു. പേഷ്യന്റ് കൗൺസിലിംഗിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യത്തിനുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടുന്നതാണ്. അതിനുശേഷം അവർ വാർഡിൽ വന്ന് അഡ്മിറ്റ് ആകുന്നു. ദെൻ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നു. അപ്പോ ഈ 3 സ്ഥലത്തേക്കും എന്ത് ചെയ്യുന്നുണ്ട്, പേഷ്യന്റ് പോകുന്നുണ്ട്. ദെൻ അതിനുശേഷം നമുക്കറിയാം ഒരു കണ്ണാശുപത്രിയാണ്, അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റിഗേഷൻ അവിടെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അപ്പൊ ഇൻവെസ്റ്റിഗേഷന്റെ ആവശ്യത്തിനായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഏരിയയിലേക്ക് പോകുന്നു. അവിടെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ദെൻ പേഷ്യന്റിനോട് ബിൽ അടയ്ക്കാനായിട്ട് പറയുന്നു. ദെൻ അവരെന്ത് ചെയ്യുന്നു, ക്യാഷ് കൗണ്ടറിലേക്ക് പോകും. ക്യാഷ് കൗണ്ടറിൽ ചെന്നതിന് ശേഷം രോഗി എന്ത് ചെയ്യാൻ, വേണമെങ്കിൽ വീട്ടിലോട്ട് പണം അടച്ചിട്ട് വീട്ടിലോട്ട് എക്സിറ്റ് ആവാം, അല്ലെങ്കിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ അഡ്മിറ്റ് ആവാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കുന്നത് ആ ഒരു ഫ്ലോയിലാണ്. ഓക്കെ, ഇനി പണം അടക്കാൻ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ പണം ആവശ്യമില്ലാത്ത പേഷ്യൻസിന്, മീൻസ് ഇൻഷുറൻസ് ഒക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് പണം അടയ്ക്കേണ്ട ആവശ്യമില്ല. അവരെന്ത് ചെയ്താൽ മതി, ഈ എക്സാമിനേഷൻ ഇൻവെസ്റ്റിഗേഷന് ശേഷം അവർക്ക് നേരെ എന്തായിട്ടാൽ മതി, ഒന്നില്ലെങ്കിൽ വാർഡിലേക്ക് പോകാം, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകാം. പണം അടയ്ക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. അപ്പൊ ഇത്തരത്തിലാണ് ഈ വർക്ക് ഫ്ലോ ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ,
then അടുത്തത് കമ്പോണൻസ് ഓഫ് എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം. എന്തൊക്കെ കമ്പോണൻസ് ആണ് ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ, ഘടകങ്ങളാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. Managing appointments manually is not only monotonous but also increase the chance of making an error. Even in a recent study, 68% of patients said they were more inclined to choose a hospital where they could schedule, alter, or cancel appointments online. Hospital management system enables us to add a scheduling option to the hospital's website so that patients can easily schedule an appointment once the patient has reserved an appointment. The hospital management system will match the patient's illness to the doctor's area of expertise. It will then allocate them to the next available specialist or the one they prefer. It also updates the available slots in real time to avoid any perplexity at the hospital. The next step in appointment booking is to gather medical documents. An HMS with a patient portal is used to collect documents and share the patient history with the doctors well in advance. The patient requires help at her house. The system will verify the doctor's availability for the remote visit and assign accordingly. In this way, patients can create an easy and error-free process by digitalizing the appointment reserving process. അതായത് അപ്പോയിന്റ്മെന്റുകള് ഹോസ്പിറ്റലുകൾ സ്വമേധയാ ചെയ്യുന്നത്, അതായത് ഒരാള് തനിച്ചാണ് ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് എററുകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. എറേഴ്സ് വരാനുള്ള, പിശകുകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്തിടെ ഒരു പഠനം നടത്തിയതില് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാല് 68% ആളുകൾ പോലും അവരുടെ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാനോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാനോ മാറ്റാനോ കഴിയുന്ന ഒരു ആശുപത്രിയെയാണ് തെരഞ്ഞെടുക്കുക. ഓക്കെ, അങ്ങനെയാണ് ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. ഇപ്പൊ കുറെ ആളുകളുണ്ട്, ആളുകളിൽ ഭൂരിഭാഗവും ആളുകൾ ഓൺലൈൻ അപ്പോയിന്റ്മെന്റിനാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് പ്രത്യേകത എന്താണ്? നമുക്ക് അപ്പോയിന്റ്മെന്റുകൾ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല നമുക്ക് മാറ്റണമെങ്കിൽ, ഇപ്പൊ ഇന്നത്തേക്കാണ് ബുക്ക് ചെയ്തത് പക്ഷെ ഇന്ന് നമുക്ക് പോകാനായിട്ട് സൗകര്യമില്ല എങ്കിൽ നമുക്കത് നാളത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല ക്യാൻസൽ ചെയ്യാനും കൂടി സാധിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന് ഒരു ആശുപത്രിയുടെ വെബ്സൈറ്റിലേക്ക് ഷെഡ്യൂളിംഗ് ഓപ്ഷൻ ചേർക്കാനായിട്ട് സാധിക്കുന്നു. അതായത് HMSന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആശുപത്രിക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട് അല്ലെ, എല്ലാ ആശുപത്രികൾക്കും വെബ്സൈറ്റുകൾ ഉണ്ട്. ആ വെബ്സൈറ്റിലേക്ക് എന്ത് ചെയ്യും, ഷെഡ്യൂളിംഗ് ഓപ്ഷൻ ചേർക്കാനായിട്ട് ഇതിന് സാധിക്കുന്നു. അതിലൂടെ ഈ ഷെഡ്യൂളിംഗ് ഓപ്ഷനിലൂടെയാണ് രോഗികൾ അപ്പോയിന്റ്മെന്റുകൾ എടുക്കുന്നത്, ക്യാൻസൽ ചെയ്യുന്നത്, ആൾട്ടർ ചെയ്യുന്നത്, കൈമാറുന്നത് കേട്ടോ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതുവഴി രോഗികൾക്ക് എളുപ്പത്തിൽ ഒരു അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. രോഗി ഒരു അപ്പോയിന്റ്മെന്റ് റിസർവ് ചെയ്ത് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം രോഗിയുടെ രോഗത്തെ അതുമായി കണക്ട് ചെയ്യുന്നു. അതായത് പേഷ്യന്റ് ഇപ്പൊ എന്താണ് രോഗം അതിനനുസരിച്ചിട്ട് ഡോക്ടർമാരെ കണക്ട് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു സിസ്റ്റമാണ്. ഇപ്പൊ എനിക്കൊരു പനിയാണ് വന്നത്, ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്തു. ഈ ഒരു സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, എനിക്ക് കാണേണ്ട ഡോക്ടർ ആരാണോ അദ്ദേഹത്തെ ചൂസ് ചെയ്ത് തരുന്നുണ്ട്. ഇപ്പൊ പനിയാണ് വന്നെങ്കിൽ നമുക്ക് ഫിസിഷ്യനെ കാണാം അല്ലെ. അപ്പൊ ഒരു ഹാർട്ട് സംബന്ധമായിട്ടുള്ള ഒരു രോഗമാണ് വന്നെങ്കിൽ ഏത് വിഭാഗത്തിലേക്കായിരിക്കും HMS കണക്ട് ചെയ്ത് കൊടുക്കുക? ഏതായിരിക്കും? ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗമാണെങ്കിൽ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കും. മാത്രമല്ല നമുക്ക് ഇഷ്ടമുള്ള ഡോക്ടറെ അവിടെ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം. സീനിയർ ഡോക്ടർമാരുണ്ടാവും, ജൂനിയർ ഡോക്ടർമാരുണ്ടാവും. അപ്പൊ നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച്, നമ്മുടെ ചൂസ് അനുസരിച്ച് എന്ത് ചെയ്യാം, നമുക്ക് ഡോക്ടേഴ്സിനെ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ട ഡോക്ടറെ ഇതിലൂടെ അലൈക്കേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഹോസ്പിറ്റലിന് ആശയക്കുഴപ്പം ഒഴിവാക്കാനായിട്ട്, അത് കുറെ പേഷ്യൻസ് അറ്റ് എ ടൈം അപ്പോയിന്റ്മെന്റുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ
പലവിധ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവാം അല്ലെ. ഡോക്ടർ ഏത് രോഗിയാണ് ഡോക്ടറെ കാണിക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും. അപ്പോ അത് മാറ്റാൻ വേണ്ടിയിട്ട് സ്ലോട്ടുകളായിട്ട് കുറെ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആശയക്കുഴപ്പങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ലോട്ടുകളായിട്ട് അപ്പോയിന്റ്മെന്റുകൾ ക്രിയേറ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് മെഡിക്കൽ റെക്കോർഡ് HMS ഉപയോഗിച്ച് കളക്ട് ചെയ്യും. രോഗിയുടെ മെഡിക്കൽ റെക്കോർഡ് ഉണ്ടല്ലോ, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, അതൊക്കെ HMS ഉപയോഗിച്ച് എന്തെങ്കിലും കളക്ട് ചെയ്യുന്നു, അത് ഡോക്ടറുമായിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പൊ മെഡിക്കൽ റെക്കോർഡ് എന്താണ് വെച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്, ഡോക്ടേഴ്സിന്റെ ചേംബറിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം വിവരങ്ങൾ പാസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചില കേസുകളിൽ രോഗിക്ക് അവരുടെ വീട്ടിൽ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ, ഇപ്പോ മുതിർന്ന ആളുകളൊക്കെ ആണെങ്കിൽ, ചിലപ്പോൾ നടക്കാൻ പറ്റാത്ത പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അപ്പോ ഏത് ഡോക്ടറാണോ വീട്ടിൽ പോയി നോക്കാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ കൂടി ഈ ഒരു സിസ്റ്റം ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ഡോക്ടേഴ്സ് ആണ് വീട്ടിൽ പോയി പരിശോധിക്കുന്നത് അവരുടെ ഒരു ലിസ്റ്റ് ഇത് തയ്യാറാക്കുന്നു. അതുപോലെ തന്നെ അവരെ ഇതിനായിട്ട് ചുമതലപ്പെടുത്തുന്നത് സിസ്റ്റം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്നതാണ്, ഇന്ന രോഗിയെ വീട്ടിൽ പോയി നോക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ സിസ്റ്റത്തിൽ പ്രൊവൈഡഡ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഡിജിറ്റലൈസേഷൻ പ്രോസസ്സിലൂടെ എളുപ്പത്തിൽ രോഗികൾക്ക് സർവീസ് കിട്ടുകയും എറേഴ്സിനെ കുറയ്ക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇതാണ് HMSന്റെ പ്രത്യേകത. ക്ലിയർ ആണോ? ഇന്നത്തെ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, കുറച്ച് ബോറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇടകലർത്തിയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ചാപ്റ്ററിന്റെ ഒരു പ്രത്യേകത, കുറെ കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും വരുന്നുണ്ട്. HMSനെ കുറിച്ചിട്ടാണ് കൂടുതലായിട്ട് നമുക്ക് പറയുന്നത്. അതിന്റെ തന്നെ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഞാൻ നമുക്ക് സിമ്പിൾ ആയിട്ട് ഷോർട്ട് ആയിട്ടാണ് വിവരിച്ചു തരുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് വരുമ്പോൾ ഞാൻ പറഞ്ഞു തരാം ഏതാണ്, അതൊന്ന് നോട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, then അടുത്തത് patient management ആണ്. After the patient orientation is completed, the patient is shifted to an IPD or OPD. The patient management module of HMS caters to the necessities of the inpatient and outpatient department. It collects and stores the medical history, treatment required, details of their previous visit, upcoming appointments, reports, insurance details, and more. It generates unique admission numbers for each patient to easily handle admissions, discharge, and transfer. It also builds a comprehensive discharge summary to make sure of smooth discharge. At the same time, it records and generates related documents, example, consent forms for electronic signature. When you begin collecting and storing data on an HMS, default also eliminates the need to get these details on every visit. HMS enables doctors and staff to focus more on the treatment than administrative work. Now, if you wish to automate other activities like the patient communication, consider integrating your HMS with the marketing automation software. It will help you automate communication with the patients and doctors. You can send appointments and just reminders or follow-ups and create a meaningful, long-lasting relationship. അതായത് ഒരു രോഗിയുടെ രജിസ്ട്രേഷൻ ഹോസ്പിറ്റലിൽ പൂർത്തീകരിച്ചു കഴിയുമ്പോൾ അവരുടെ വിവരങ്ങൾ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കോ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കോ പാസ് ചെയ്യും അല്ലെ. പേഷ്യന്റ് ഹോസ്പിറ്റലിൽ പോകുന്നു, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു, അവരുടെ വിവരങ്ങൾ എങ്ങോട്ട് പോകുന്നു, ഒന്നില്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകും. ഇനി രോഗി അഥവാ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവും ആ വിവരങ്ങൾ പോവുക. അപ്പോ ഇത് ചില കാര്യങ്ങൾ, പേഷ്യന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു മൊഡ്യൂളാണ്. അത് നിങ്ങൾ ഓർത്തിരിക്കട്ടെ. ഞാൻ കുറെ കാര്യങ്ങളിലൂടെ പറയും. അതിനകത്ത് ഈ സിസ്റ്റത്തിലുള്ള ചില മൊഡ്യൂളുകളുണ്ട്, അവർക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, ജോലികളുണ്ട് ചെയ്തു തീർക്കാനായിട്ട്. അതിനകത്ത് പേഷ്യന്റ് മാനേജ്മെന്റ് മൊഡ്യൂളാണ് വിവരങ്ങൾ ഔട്ട് പേഷ്യന്റ് അല്ലെങ്കിൽ ഇൻപേഷ്യന്റ് ഏരിയയിലേക്ക് പാസ് ചെയ്യുന്നത്. ഓക്കെ,
പിന്നെ അതുപോലെ തന്നെ ഇത് രോഗിയുടെ മെഡിക്കൽ ഹിസ്റ്ററി, മുൻകാലത്തിൽ രോഗി ചെയ്ത ചികിത്സകള്, രോഗിയുടെ ഇൻഷുറൻസിന്റെ ഡീറ്റെയിൽസ്, രോഗി നടത്തിയ പ്രീവിയസ് ആയിട്ടുള്ള വിസിറ്റുകള്, ഇനി വരാൻ പോകുന്ന അപ്കമിങ് അപ്പോയിന്റ്മെന്റ്സ്, റിപ്പോർട്ട്സുകള് എന്നിവയുൾപ്പെടെ രോഗിയുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും ഈ മൊഡ്യൂള് ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് പരിശോധിക്കും. ഓക്കെ, അപ്പൊ ഒരു രോഗിയുടെ സകല ഡീറ്റെയിൽസും പരിശോധിക്കുന്നത് പേഷ്യന്റ് മാനേജ്മെന്റ് മൊഡ്യൂളാണ് HMSന്റെ കേട്ടോ. അത് കൂടാതെ തന്നെ അഡ്മിഷൻ നമ്പർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് രോഗി ഇപ്പോ അഡ്മിറ്റ് ആണെങ്കിൽ രോഗിക്ക് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ നമ്പർ ജനറേറ്റ് ചെയ്യുന്നു. കൂടാതെ അഡ്മിഷൻസ്, ഡിസ്ചാർജ്, പിന്നെ ട്രാൻസ്ഫറുകള് എന്നീ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ ഡിസ്ചാർജ് സമ്മറി ക്രിയേറ്റ് ചെയ്യുന്നു. ആ സിസ്റ്റത്തിൽ ഒരു പർട്ടിക്കുലർ ആയിട്ട് ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോവുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഡിസ്ചാർജ് സമ്മറി ക്രിയേറ്റ് ചെയ്യുന്നു. സെയിം ടൈം ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കൂടി ഇതിനകത്ത് ജനറേറ്റ് ചെയ്യുന്നു. ഡിസ്ചാർജ് സമ്മറിയുമായി ബന്ധപ്പെട്ട രേഖകൾ കൂടി ഇതിനകത്ത് ജനറേറ്റ് ചെയ്യുന്നു. മാത്രമല്ല ഇലക്ട്രോണിക് സിഗ്നേച്ചർ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഇലക്ട്രോണിക് സിഗ്നേച്ചർ, അത് കൺസെന്റ് ഫോമുകളിൽ രോഗിയുടെ പക്കൽ നിന്ന് ശേഖരിക്കാനായിട്ട് ഈ സിസ്റ്റം ശ്രമിക്കുന്നു. ഇലക്ട്രോണിക് സിഗ്നേച്ചറുകൾ ഗ്യാദർ ചെയ്യുന്നു. ഓക്കെ, പിന്നെ HMSലെ ഡാറ്റ കളക്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ എല്ലാ വിസിറ്റിലും ഡോക്ടേഴ്സിന് പേഷ്യന്റ് വിവരങ്ങൾ പരതി പോകേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം HMSലെ ഡാറ്റ റെക്കോർഡ് ചെയ്താൽ മതി. ഡോക്ടർ പേഷ്യന്റ് എത്ര പ്രാവശ്യം ഡോക്ടറെ കാണുന്നുവോ അതിനനുസരിച്ച് നമ്മൾ വിവരങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒറ്റ പ്രാവശ്യം മാത്രം രോഗിയുടെ വിവരങ്ങൾ കൊടുക്കാനായിട്ട് ഇതാക്കിയാൽ മതി. എത്ര പ്രാവശ്യം പേഷ്യന്റിനെ ഡോക്ടർ മീറ്റ് ചെയ്താലും പേഷ്യന്റിന്റെ ഹിസ്റ്ററി HMSൽ ഉണ്ടായിരിക്കുന്നതാണ്. എക്സാമ്പിൾ ആയിട്ട് പാത്തോളജി റിപ്പോർട്ട് വേണമെങ്കിൽ ഡോക്ടേഴ്സിന് ലബോറട്ടറിയിൽ വിളിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല. ടെസ്റ്റ് റിപ്പോർട്ട് UHIDയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. പേഷ്യന്റ് ആദ്യം ചെല്ലുമ്പോൾ പേഷ്യന്റ് ഒരു UHID കിട്ടുന്നുണ്ടല്ലോ, ആ UHIDയിൽ എന്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാകും, ടെസ്റ്റ് റിസൾട്ടുകള് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഡോക്ടറിന് റൂമിൽ ഇരുന്നുകൊണ്ട് അതൊന്ന് പരിശോധിച്ചാൽ മാത്രം മതി. ലബോറട്ടറിയിലേക്കോ റേഡിയോളജിയിലേക്കോ ഒന്നും തന്നെ വിളിച്ചു ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഇത് കൂടാതെ ഇതിനൊരു മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ HMSൽ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പല ബെനിഫിറ്റുകളുണ്ട്. അതിന്റെ പ്രധാന ബെനിഫിറ്റ് എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ റിപ്പോർട്ടുകൾ, ലാബ് ടെസ്റ്റ്, റേഡിയോളജി ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് പേഷ്യന്റ് UHIDയിലേക്ക് ജനറേറ്റ് ആവും അല്ലെങ്കിൽ കണക്ട് ആവും. മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് HMSൽ കാണുന്ന പ്രത്യേക സോഫ്റ്റ്വെയർ ആണ്. അത് അതിനകത്ത് കണക്ട് ചെയ്യുമ്പോൾ പേഷ്യന്റ് UHID അതിനകത്ത് ജനറേറ്റ് ആകുകയും ലബോറട്ടറി ടെസ്റ്റ് റിപ്പോർട്ടുകള് അതുപോലെ റേഡിയോളജി റിപ്പോർട്ടുകളൊക്കെ ഈ UHIDയിലേക്ക് കണക്ട് ആവുകയും ഡോക്ടർക്ക് ഇതൊക്കെ ഡോക്ടറുടെ റൂമിൽ ഇരുന്ന് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ഇത്തരത്തിലുള്ള UHIDയിലോട്ട് പേഷ്യന്റ് UHIDയിലേക്ക് ഇത് കണക്ട് ആവുമ്പോൾ പേഷ്യന്റിന് അവരുടെ മൊബൈലില് അലേർട്ട് വരുന്ന SMS വരുന്നു. നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? SMS വന്നിട്ടുണ്ടോ? മെസ്സേജുകള്, ലാബ് ടെസ്റ്റ്, റേഡിയോളജി ടെസ്റ്റ് SMS വന്നിട്ടുണ്ടോ? നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് റെഡി ആയി, അല്ലെങ്കിൽ ഇതാണ് റിസൾട്ട് എന്ന് പറഞ്ഞ മെയിൽ ID-യിലേക്ക് എന്ത് ചെയ്യും, ഹോസ്പിറ്റൽസ് ഇത് അയക്കാറുണ്ട് അല്ലെ? എങ്ങനെയാണ്, ഏത് സോഫ്റ്റ്വെയർ ആണ്? HMSലെ മാർക്കറ്റിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്, ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ടെസ്റ്റ് റിസൾട്ടുകളൊക്കെ വരുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കാം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? പേഷ്യന്റ് മാനേജ്മെന്റ് അടുത്തത് പറഞ്ഞോട്ടെ. അടുത്തത് ഫെസിലിറ്റി മാനേജ്മെന്റ് ആണ് കേട്ടോ. അപ്പോ HMSന്റെ ഫെസിലിറ്റി മാനേജ്മെന്റ് മൊഡ്യൂൾ എന്തിനൊക്കെയാണ് സഹായിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. To facilitate a smooth experience for patients, it is necessary for staff to have easy access to necessary hospital records. A facility management module of HMS helps you
keep records of bed availability, occupancy status of rooms with specialized care, and more. It collects all such information and makes it easily available to the receptionist. If a hospital has different facilities, then an HMS connects them to provide an overall picture. For example, doctors can access patient data from any hospital. Patient can visit any hospital in the basis of their convenience, as all the records are available online. അതായത് ഇവിടെ പറയുന്നത് ഫെസിലിറ്റി മാനേജ്മെന്റ് മൊഡ്യൂൾ ഉണ്ട് HMS-ൽ. അത് കുറെ കാര്യങ്ങൾക്ക് സഹായിക്കുന്നുണ്ട്. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് റെക്കോർഡുകൾ കീപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. എന്തിന്റെ റെക്കോർഡുകളാണ്? ഹോസ്പിറ്റലിൽ എത്ര ബെഡ് അവൈലബിൾ ആണ് അതിന്റെ റെക്കോർഡുകള്. അതുപോലെ തന്നെ റൂമിന്റെ ഒക്യുപ്പൻസി റേറ്റ് സ്റ്റാറ്റസ് എന്താണ്, ഇപ്പോൾ നിലവിൽ എത്ര റൂമുകൾ ഉണ്ട്, എപ്പോഴാണ് അവര് ഡിസ്ചാർജ് ആകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ സ്പെഷ്യലൈസ്ഡ് കെയറുമായി ബന്ധപ്പെട്ടുള്ള ചില രേഖകള് അതൊക്കെ എവിടെ ഉണ്ടാകും? ഫെസിലിറ്റി മാനേജ്മെന്റ് മൊഡ്യൂളാണ് സൂക്ഷിച്ച് വെക്കുന്നത്. മാത്രമല്ല ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവിടുത്തെ റിസപ്ഷനിസ്റ്റിന് ആ ഹോസ്പിറ്റലിൽ നടക്കുന്ന ഓവറോൾ കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നത് ഫെസിലിറ്റി മാനേജ്മെന്റ് മൊഡ്യൂൾ വഴിയാണ്. ഹോസ്പിറ്റലിൽ ഏതൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നു, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു മൊഡ്യൂൾ മുഖേനയാണ്. മാത്രമല്ല ഡോക്ടേഴ്സിന് ഈസി ആയിട്ട് മെഡിക്കൽ റെക്കോർഡിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഡോക്ടേഴ്സ് ഇപ്പോൾ മറ്റു ഹോസ്പിറ്റലിൽ, ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ തന്നെ മറ്റു ബ്രാഞ്ചിലേക്ക് രോഗിയെ പറഞ്ഞു വിടുവാണെങ്കിൽ നമ്മൾ റെക്കോർഡ് ഒന്നും കൊടുത്തു വിടേണ്ട ആവശ്യമില്ല. HMS എന്ത് ചെയ്യും? ഈ കാര്യങ്ങള് അങ്ങോട്ട് സെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോ മറ്റു ഡോക്ടേഴ്സിന് അവിടെ ഇരുന്നും ഈ രോഗിയുടെ വിവരങ്ങള് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അതാണ് ഫെസിലിറ്റി മാനേജ്മെന്റ് കേട്ടോ. ദെൻ സ്റ്റാഫ് മാനേജ്മെന്റ് തുടങ്ങി ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വരെ നിങ്ങൾ ഒന്ന് റീഡ് ചെയ്യുക. റീഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആവും കേട്ടോ. 4, 5, 6 എന്നിട്ട് ഞാനത് പറഞ്ഞുതരാം. മൈൻഡില് റീഡ് ചെയ്യാം കേട്ടോ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് തമ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂൾ എന്താണെന്ന് നോക്കാം. സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂൾ facilitates a concrete solution to the HR department. It includes records of hospital staff, job description, service domain, and other important details. It helps you to realize your staff without going through a very heavy bundle of files. Additionally, it enables us to plan the hiring process based on the requirements of the hospital. സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂൾ കൈകാര്യം ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളുടെ റെക്കോർഡുകൾ സൂക്ഷിച്ചു വെക്കുന്നു. ഓക്കെ, അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ, അവരുടെ ജോലി എന്താണ്, അവർ എത്ര കാലമായി, സർവീസ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ അവർ എത്ര കാലമായി ജോലി നോക്കുന്നു, എത്ര കാലത്തെ പരിചയം ഉണ്ട് അവർക്ക്, പ്രവൃത്തി പരിചയം, ആൻഡ് അതർ ഇമ്പോർട്ടന്റ് ഡീറ്റെയിൽസ്. ആ സ്റ്റാഫിന്റെ സകല ഡീറ്റെയിൽസും അടങ്ങുന്ന കാര്യങ്ങൾ കളക്ട് ചെയ്ത് വെക്കുന്നത് HMS-ന്റെ സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂളാണ്. അതുപോലെ തന്നെ സ്റ്റാഫിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫയൽ ഒന്നും തേടി പോകേണ്ട കാര്യമില്ല.
ഏതാനും ക്ലിക്കുകളിലൂടെ നമുക്ക് അവരെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് സപ്ലൈ മാനേജ്മെന്റ് ആണ്. A hospital cannot afford to be short of medical supplies. Not having the medicine at the right time or a minor delay in refill can lead to severe results. The supply management factor of the HMS tracks the availability of medical stock. It helps you determine the minimum quantity of supplies required without any hassle. It records the purchase date, quantity consumed, and supplier details. This way, you can calculate or forecast the next purchase and reorder before the stock goes short. It also provides the details of the medicine available so that the doctors can prescribe the ones in stock. സപ്ലൈ മാനേജ്മെന്റ് മൊഡ്യൂൾ എങ്ങനെയാണ് സഹായിക്കുന്നത്? അതായത് ഒരു ഹോസ്പിറ്റലിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒന്നാണെന്ന് പറയാം മെഡിക്കൽ സപ്ലൈസ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ മെഡിക്കൽ സപ്ലൈസിന്റെ ഇതിൽ ഷോർട്ടേജ് വന്നിട്ടുണ്ടോ, എത്ര മരുന്നുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അതിന്റെ കംപ്ലീറ്റ് ചെക്ക് ലിസ്റ്റുകൾ സൂക്ഷിക്കുന്നത് HMSന്റെ സപ്ലൈ മാനേജ്മെന്റ് മൊഡ്യൂളാണ് കേട്ടോ. എത്ര മരുന്നുകളാണുള്ളത്, എത്ര എണ്ണത്തിനാണ് സ്റ്റോക്ക് തീർന്നിട്ടുള്ളത്, എത്ര എണ്ണം ഷോർട്ടേജ് വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. മാത്രമല്ല എത്ര അതായത് എപ്പോഴാണ് ഈ ഒരു പർച്ചേസ് നടന്നത്, മരുന്നുകൾ എപ്പോഴാണ് മേടിച്ചത്, എത്ര ക്വാണ്ടിറ്റിയിലാണ് കമ്പനികളിൽ നിന്ന് മേടിച്ചിട്ടുള്ളത്, ആരാണ് സപ്ലയർ, അതുപോലെ തന്നെ അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു സപ്ലൈ മാനേജ്മെന്റ് മൊഡ്യൂളിൽ ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? രണ്ടെണ്ണം ഞാനിപ്പോ പറഞ്ഞു. ഓക്കെയാണോ? അടുത്തത് പറഞ്ഞോട്ടെ. അടുത്തത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. The financial management factor of an HMS deals with the financial affairs of your hospital. It evaluates, stores, and presents the billing information to the patients. In addition to this, it also records the expenses incurred by the hospital, revenue data, and other financial details of the hospital. അതായത് HMSന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മൊഡ്യൂൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഹോസ്പിറ്റലിന്റെ ഫിനാൻഷ്യൽ അഫയേഴ്സ് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒരു ഹോസ്പിറ്റലിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അതിന്റെ HMSന്റെ ഏത് മൊഡ്യൂൾ ഉപയോഗിച്ചുകൊണ്ടാണ്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മൊഡ്യൂളാണ്. ഓക്കെ, അപ്പോ ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള ബില്ലിംഗ് ഇൻഫോർമേഷൻ, അതായത് ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന കംപ്ലീറ്റ് വിവരങ്ങളുടെ ബില്ലിംഗ് ഇൻഫോർമേഷൻ സൂക്ഷിച്ചു വെക്കുന്നു. മാത്രമല്ല ഇത് ഹോസ്പിറ്റലിന്റെ റവന്യൂ എക്സ്പെൻസസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നു. ഒരു ഹോസ്പിറ്റലിന്റെ റവന്യൂ എത്രയാണ്, അതിന്റെ എക്സ്പെൻസ് എത്രയാണ് വരുന്നതെന്നൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മൊഡ്യൂളാണ്. ഓക്കെ, അപ്പൊ അതിന്റെയൊക്കെ വിവരങ്ങൾ ഇതിനകത്ത് ഉണ്ടാവും കേട്ടോ. അടുത്തത് ഇൻഷുറൻസ് മാനേജ്മെന്റ് ആണ്. An HMS insurance management component records and stores patient insurance details on requirement. It presents, അതൊന്ന് വായിച്ചു നോക്കാം കേട്ടോ, എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇൻഷുറൻസ് മാനേജ്മെന്റ് തുടങ്ങിയിട്ട് സപ്പോർട്ട് മാനേജ്മെന്റ് വരെ ഒന്ന് വായിക്കുക, ഒന്ന് റീഡ് ചെയ്യാം. വായിച്ച് കഴിയുമ്പോൾ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ. എളുപ്പമാണ്, പേര് പോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്.
ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം അല്ലേ. ഇൻഷുറൻസ് മാനേജ്മെന്റ്. An HMS insurance management components records and stores patient insurance details on requirement. ഇത് ഞാൻ വായിച്ചതാണ്. അതായത് ഒരു പേഷ്യന്റിന്റെ എന്താ പറയാ ഇൻഷുറൻസ് ഡീറ്റെയിൽസ് എന്തൊക്കെയാ വരിക, അതായത് പേഷ്യന്റ് ഇൻഷുറൻസിന്റെ വിശദാംശങ്ങള്, അതുപോലെ തന്നെ അതിന്റെ ആവശ്യകതകള്, അദ്ദേഹത്തിന്റെ പോളിസി നമ്പർ, പേഷ്യന്റ് പോളിസി നമ്പർ, ഇൻഷുറൻസിന്റെ കമ്പനിയുടെ പേര്, അതുമായി ബന്ധപ്പെട്ട മറ്റു പല ഇൻഫോർമേഷൻസും സൂക്ഷിച്ചു വെക്കുന്നത് HMSന്റെ ഇൻഷുറൻസ് മാനേജ്മെന്റ് മൊഡ്യൂളാണ്. ഓക്കെ, ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ ലബോറട്ടറി മാനേജ്മെന്റ് ആണ്. The laboratory management features show the details of different lab tests patient take. It provides reports when needed and maintains all records collectively. The doctors can easily access it. It also notifies the doctor and the patients when the results are ready. അതായത് ലബോറട്ടറിയിലെ തന്നെ എല്ലാവിധ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നു ലബോറട്ടറി മാനേജ്മെന്റ് മൊഡ്യൂൾ. ഓക്കെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഡോക്ടർക്ക് എന്ത് ചെയ്യണ്ട, ലബോറട്ടറിയിൽ വിളിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലബോറട്ടറിയിലെ എല്ലാ വിവരങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ലബോറട്ടറി മാനേജ്മെന്റ് മൊഡ്യൂളിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുവഴി ഡോക്ടർമാർക്ക് ഈസി ആയിട്ട് ഇതിലൂടെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ റിപ്പോർട്ട് മാനേജ്മെന്റ് ആണ്. റിപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂൾ റെക്കോർഡ്സ് ആൻഡ് സ്റ്റോർസ് ഓൾ ദ റിപ്പോർട്ട്സ് ജനറേറ്റഡ് ബൈ ദ ഹോസ്പിറ്റൽ. In the case of financial reports, it verifies performance metrics to check the business profitability. It also provides a comparison between performance reports for different years. An authorized person can access the reports at any time. Besides, you can use healthcare dashboards to present in an easy to read format. അതായത് HMSന്റെ റിപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂൾ എന്ത് ചെയ്യുന്നുണ്ട്, ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ്, അതായത് ഒരു ഹോസ്പിറ്റലിന്റെ ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ ലാഭം എത്രയാണ്, ബിസിനസിന്റെ പ്രോഫിറ്റ് എത്രയാണ്, അതുപോലെ തന്നെ പോയ വർഷങ്ങളെക്കാൾ വരും വർഷങ്ങളിൽ എത്രത്തോളം മെച്ചമാണ് അവർക്ക് ഉണ്ടായത്, അതിന്റെ ഒരു കമ്പാരിസൺ നടത്തുന്നു. ഒരു അൺഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തിക്ക് ഇത് വേണമെങ്കിൽ എന്താ പറയാ, ഇത് ദുരുപയോഗം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് വിവരങ്ങളൊക്കെ പ്രത്യക്ഷത്തിലാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഹോസ്പിറ്റലിലെ ലാഭം എങ്ങനെയാണ്, അല്ലെങ്കിൽ റവന്യൂ ഇതാണ്, എക്സ്പെൻസ് ഇതാണ്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യക്ഷത്തിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, ഡയറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇത് മോഷ്ടിക്കുക അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഈ ഒരു റിപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂളില് ഹെൽത്ത് കെയർ ഡാഷ്ബോർഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞാല് നമ്മൾ ഡയഗ്രത്തിലൂടെയോ ചാർട്ടിലൂടെയോ വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനെയാണ് ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത് കേട്ടോ. അതായത്
ഇപ്പൊ ഒരു സർക്കിൾ കൊടുക്കാം. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, സർക്കിൾ കൊടുത്തിട്ട് ഇത്ര പെർസെന്റേജ് ആണ് എക്സ്പെൻസ് വരുന്നത്. അത് വേണമെങ്കിൽ കളർ കൊടുക്കാം. ഓക്കെ, ദെൻ അവിടെ തന്നെ ആ സർക്കിളിൽ തന്നെ വേറൊരു ലൈൻ വരച്ചിട്ട് നമുക്ക് ഇത്ര പെർസെന്റേജ് ആണ് ഇവിടെ എന്താ പറയാ നഷ്ടം വരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചാർട്ടുകളുടെ രൂപത്തിൽ, ഡയഗ്രത്തിന്റെ രൂപത്തിലൊക്കെ നമുക്ക് പ്രദർശിപ്പിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത് മറ്റൊരാൾക്ക് പെട്ടെന്ന് മനസ്സിലാവണം എന്നുണ്ടാവില്ല. മറ്റൊരാൾ വന്ന് കയറി നോക്കിയാല് ഇത് പെട്ടെന്ന് മോഷ്ടിക്കപ്പെടില്ല, അല്ലെങ്കിൽ മനസ്സിലാവണം എന്നുണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹെൽത്ത് കെയർ ഡാഷ്ബോർഡുകള് ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ക്ലിയർ ആണോ? മനസ്സിലായോ? ഹെൽത്ത് കെയർ ഡാഷ്ബോർഡുകള് സർക്കിള് അല്ലെങ്കിൽ ഡയഗ്രത്തിന്റെ ഒക്കെ രൂപത്തിൽ വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്ന രീതിയാണ് കേട്ടോ. ഓക്കെ, അടുത്തത് വാക്സിനേഷൻ മാനേജ്മെന്റ് ആണ്. എ വാക്സിനേഷൻ മോഡൽ കീപ്സ് ട്രാക്ക് ഓഫ് ഓൾ ദ കംപ്ലീറ്റഡ് ഓർ അപ്കമിംഗ് വാക്സിനേഷൻസ്. It updates you about upcoming vaccination and books a slot with the doctor. It also sends timely reminders to parents to make sure they don't miss the slot. അതായത് ഇമ്മ്യൂണൈസേഷൻ വാക്സിൻസ് ഒക്കെ എപ്പോഴാണ് രോഗികൾക്ക് കൊടുക്കേണ്ടത്, അതിന്റെ കറക്റ്റ് ടൈം എന്താണ്. ഇപ്പൊ ഒരു രോഗി വന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാല് അദ്ദേഹത്തിന് ചിലപ്പോൾ ചില വാക്സിൻസ് ഒക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു കുട്ടിയെ കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്യിപ്പിക്കുകയാണ്, ഒരു കുഞ്ഞ്. അപ്പൊ ആ കുഞ്ഞിനാവുമ്പോൾ 5 വയസ്സ് വരെ അല്ലെങ്കിൽ 15 വയസ്സ് വരെയൊക്കെ വാക്സിൻസ് കൊടുക്കണം എന്നുണ്ടാവുമല്ലോ. അപ്പോ ആ ഒരു ടൈമിൽ ആ കുട്ടിക്ക് എത്ര വാക്സിൻസ് ആണ് കൊടുക്കേണ്ടത്, ഏതൊക്കെ സമയത്താണ് ആ വാക്സിൻ കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് വാക്സിൻ മാനേജ്മെന്റ് മൊഡ്യൂളാണ് HMS-ന്റെ കേട്ടോ. ഓക്കെ, അടുത്തത് സപ്പോർട്ട് മാനേജ്മെന്റ് ആണ്. Patient satisfaction is one of the importance of any hospital. This segment records data like inquiries, complaints, requests, and feedback from patients. It also ensures that they handle these requests and problems appropriately, and the earliest you can make automatic the feedback collection. The process automatic to reduce the staff job load, and everyone could fill out the feedback form. എന്നിട്ട് എന്താണ് പറയുന്നത്, അതായത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഇതിലൂടെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നു. പേഷ്യന്റിന് എല്ലാ തരത്തിലുമുള്ള ചില കംപ്ലൈന്റുകൾ ഉണ്ടാവാം, അന്വേഷണങ്ങൾ ഉണ്ടാവാം, അഭ്യർത്ഥനകൾ ഉണ്ടാവാം, ഫീഡ്ബാക്കുകൾ ഉണ്ടാവാം. അതൊക്കെ ഈ സിസ്റ്റത്തിൽ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഈ സിസ്റ്റത്തിൽ ഇങ്ങനെയുള്ള പേഷ്യന്റ് കംപ്ലൈന്റുകളും റിക്വസ്റ്റ് ഒക്കെ റെക്കോർഡ് ചെയ്യപ്പെടുമ്പോൾ അത് പ്രോപ്പർ ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് ഈ സിസ്റ്റം സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രോഗികളിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് ഫീഡ്ബാക്കുകൾ ശേഖരിക്കുന്നുണ്ട്. നമുക്കറിയാം, ചില ഹോസ്പിറ്റലിൽ നമ്മൾ പോയി കഴിഞ്ഞാല് നമുക്ക് ഫീഡ്ബാക്ക് ഫോം അയച്ചു തരുമല്ലോ അവര്. അപ്പൊ ആ ഫീഡ്ബാക്ക് ഫോമിൽ നമ്മുടെ റിവ്യൂ, നമുക്ക് എന്താണോ നമ്മൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന റേറ്റ് എന്ന് നമുക്ക് കൊടുക്കാവുന്നതാണ്. എന്താണ് നമ്മുടെ ഫീഡ്ബാക്ക് എന്ന് നമുക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ സപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂൾ ആണ് ചെയ്യുക. രോഗികളിൽ നിന്ന് കംപ്ലൈന്റുകള്, എൻക്വയറീസ്, റിക്വസ്റ്റുകള്, ഫീഡ്ബാക്കുകളൊക്കെ ശേഖരിക്കുന്നത് ഇത്തരത്തിലുള്ള മൊഡ്യൂളാണ്. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് ഒന്ന് റീഡ് ചെയ്യാട്ടോ നിങ്ങള്. ബെനിഫിറ്റ്സ് ഓഫ് എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ഒന്ന് റീഡ് ചെയ്യാം. 9 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ആ 9 പോയിന്റ് ഒന്ന് റീഡ് ചെയ്യാം.
5 കഴിയുമ്പോ തമ്പ് ചെയ്യാട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം എന്താണെന്ന്. ബെനിഫിറ്റ്സ് ഓഫ് എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ആണ്. അതായത് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് അതിനകത്ത് പറയുന്നത്. 59% of millennials are willing to switch doctors for better online access, and HMS will enhance communication between patients and hospitals by allowing patients to approach their medical records, book appointments, receive reminders, and communicate online with their doctors and nurses. You will have enhanced the patient engagement, a reduction in waiting times, and improved patient satisfaction. അതായത് എന്താ പറയാ, കമ്മ്യൂണിക്കേഷൻ വർദ്ധിപ്പിക്കുന്നു എന്ന്. അതായത് ഒരു HMS എന്ത് ചെയ്യുന്നുണ്ട്, പേഷ്യന്റും ഹോസ്പിറ്റലും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വർദ്ധിപ്പിക്കുന്നുണ്ട്. രോഗികൾക്ക് അവരുടെ മെഡിക്കൽ റെക്കോർഡുകളെ അപ്രോച്ച് ചെയ്യാനായിട്ട് HMS-ലൂടെ സാധിക്കുന്നു. അവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് എന്ത് ചെയ്യാം, അവരുടെ മെഡിക്കൽ റെക്കോർഡ് എടുക്കാനായിട്ട് സാധിക്കും. ദെൻ അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു, റിമൈൻഡറുകൾ സ്വീകരിക്കുന്നു, ഡോക്ടർമാരോടും നഴ്സുമാരോടും ആശയവിനിമയം, അതായത് കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് ഇത് അനുവദിക്കുന്നുണ്ട്. രോഗിയുടെ കാര്യത്തിൽ ഇടപെടാനായിട്ട് അല്ലെങ്കിൽ രോഗികൾക്ക് അവരുടേതായിട്ടുള്ള ആശയങ്ങൾ തുറന്നു പറയാനായിട്ട് ഇത് അനുവദിക്കുന്നുണ്ട്. വെയിറ്റിംഗ് സമയം കുറയ്ക്കുന്നു, രോഗികളുടെ വെയിറ്റിംഗ് ടൈം റെഡ്യൂസ് ചെയ്യുന്നു, രോഗിക്ക് സാറ്റിസ്ഫാക്ഷൻ കൂടുന്നു.
ഇത്രയും കാര്യങ്ങളാണ് എന്താ പറയാ ഫസ്റ്റത്തെ പോയിന്റിൽ വരുന്നത് കേട്ടോ. അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യുന്നു, റിമൈൻഡറുകൾ സ്വീകരിക്കുന്നു, ഡോക്ടർമാരോട് നഴ്സുമാരോട് ആശയവിനിമയം നടത്താനായിട്ട് അനുവദിക്കുന്നു, രോഗിയുടെ കാര്യത്തിൽ അതായത് രോഗിക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നു, വെയിറ്റിംഗ് സമയം കുറയ്ക്കുന്നു, രോഗിയുടെ സാറ്റിസ്ഫാക്ഷൻ കൂടും. രണ്ടാമത്തത് സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റയാണ് കേട്ടോ. An HMS helps you maintain hospital data safe and secure. You can control and provide access to authorized person only. Make sure to look at HIPAA, complaint software for PHI security. അതായത് HMS-ലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹോസ്പിറ്റൽ ഡാറ്റ, നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സുകൾ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇത് ഒരു നിയമത്തിന്റെ അണ്ടറിലാണ് വരുന്നത്. ആ നിയമത്തിന്റെ പേരാണ് ഹിപ്പ. അതായത് ഹോസ്പിറ്റലുകളിൽ മെഡിക്കൽ റെക്കോർഡുകൾ സൂക്ഷിക്കുന്നതിനെ പറ്റി വിവരിക്കുന്ന ഒരു നിയമമാണത് ഹിപ്പ എന്ന് പറയുന്ന ഒരു ലോ. അതിന്റെ ഫുൾ ഫോം ഒന്ന് എഴുതിയെടുക്കാൻ നിങ്ങള്. ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്. ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്. ഇതൊരു ലോയാണ്. ഇതിന്റെ അണ്ടറിലാണ് ഹോസ്പിറ്റലുകളിൽ ഹെൽത്ത് റെക്കോർഡുകളൊക്കെ സൂക്ഷിക്കുന്നത്. ഓക്കെ, അപ്പൊ വ്യക്തികളുടെ മെഡിക്കൽ റെക്കോർഡുകളും മറ്റു വ്യക്തിഗത ആരോഗ്യ വിവരങ്ങളും PHI സംരക്ഷിക്കുന്നു. രോഗിയുടെ സമ്മതമില്ലാതെ PHI ഉപയോഗിക്കുന്നതിന് പ്രൊട്ടക്റ്റീവ് ഹെൽത്ത് ഇൻഫോർമേഷൻ ഉപയോഗിക്കുന്നതിനും ലിമിറ്റ് നിശ്ചയിക്കുന്നു. രോഗികൾക്ക് അവരുടെ രേഖകൾ ആക്സസ് ചെയ്യാനും തിരുത്തൽ വേണമെങ്കിൽ തിരുത്താനുള്ള സൗകര്യങ്ങൾ ഈ നിയമത്തിന്റെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, രണ്ടും ക്ലിയർ ആയോ? 1 and 2 പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ. Then improved access to patient data. You can have easy entrance to all patient-related data on a system using an HMS. You can also approach data such as patient history, doctors engaged, test result, billing details, and much more with just a few clicks. അതായത് ഏതാനും ക്ലിക്കുകളിലൂടെ നമുക്ക് ചില കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും. പെട്ടെന്ന് തന്നെ ഡോക്ടർക്ക് രോഗിയുടെ രേഖകളിലേക്ക് കടക്കാനായിട്ട് പറ്റും. രോഗിയുടെ ഹിസ്റ്ററി അറിയാനായിട്ട് സാധിക്കും. ഏത് ഡോക്ടർമാരാണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ടെസ്റ്റ് റിസൾട്ടുകള്, ബില്ലിംഗ് ഡീറ്റെയിൽസ്, അതൊക്കെ നമുക്ക് ഏതാനും ക്ലിക്കുകളിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അടുത്തത് റെഡ്യൂസ്ഡ് ടേൺ അറൌണ്ട് ടൈം ആണ്. Streamline your hospital workflows by automating routine jobs like appointment or stock management. This decreases the time and effort required to perform these jobs and the turnaround time. It also helps hospital staff to focus on more critical patient care areas. അതായത് HMS ഇത്തരം ചില കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ സ്റ്റാഫുകൾക്ക് അവരുടെ എഫേർട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും. സ്റ്റാഫുകൾക്ക് ജോലി വളരെ കുറവാണ്. കാരണം ഈ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ എന്താണ്, എല്ലാ കാര്യങ്ങളും ഇത് ചെയ്യില്ലേ. സ്റ്റാഫുകൾക്ക് ജോലി വളരെ കുറവാണ്. അതുപോലെ തന്നെ അവരുടെ സമയം ലാഭിക്കാനായിട്ട് പറ്റും. സ്റ്റാഫുകൾക്ക് അവരുടെ സമയം ലാഭിക്കാനായിട്ട് പറ്റും. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, സിസ്റ്റം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്റ്റാഫുകൾക്ക് പേഷ്യന്റ് കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാനും സാധിക്കും. ഓക്കെ, അടുത്തത് കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആണ്. Introducing an HMS can lead to significant cost saving for hospitals. It helps by reducing administrative overheads, enhancing resource allocation, and reducing the wastage of medical supplies. An HMS can also maximize revenue streams by making sure timely billing and reducing claim denials. അതായത് HMS വേറെ ചില കാര്യങ്ങൾ കൂടി ചെയ്യുന്നുണ്ട്. അതായത് ചില കാര്യങ്ങളിൽ ചെലവ് ചുരുക്കുന്നുണ്ട്. അതായത് കോസ്റ്റ് സേവിങ് നടത്തുന്നുണ്ട്. എങ്ങനെയാണ് ചെലവ് ചുരുക്കുന്നത്? അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡുകള് ചുരുക്കുന്നു എന്നാ പറയാ. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാല് ഒരു ഹോസ്പിറ്റലില് ഇൻഡയറക്റ്റ് ആയിട്ട്, അതായത് പരോക്ഷമായിട്ട് പ്രത്യക്ഷത്തിൽ അല്ലാതെ വരുന്ന
ചെലവുകൾ ചുരുക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ടുള്ള റിസോഴ്സ് അലോക്കേഷൻ നടത്തി, അതുപോലെ തന്നെ മെഡിക്കൽ സപ്ലൈസ് ഒന്നും പാഴാക്കാതെ, കാരണം നമുക്ക് ഈ ഒരു സിസ്റ്റം വഴി നമുക്ക് അധികം മെഡിക്കൽ ഉപകരണങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു സിസ്റ്റം കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള എക്സ്പെൻസസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, then sixth point, intelligent analytics with automatically generated reports. An HMS can give valuable insights regarding operations by generating real-time reports or various metrics such as patient flow, occupancy rates, and income generation. This helps you make data-driven decisions, improve process, and optimize resources. ഇവിടെ എന്താ പറയുന്നേ, അതായത് ധാരാളം റിപ്പോർട്ടുകൾ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് പേഷ്യന്റിനെ കുറിച്ചുള്ള പേഷ്യന്റിന്റെ വർക്ക് ഫ്ലോ, അതുപോലെ തന്നെ അവിടെ ഒക്യുപ്പൻസി, ബെഡിന്റെ ഒക്യുപ്പൻസി റേറ്റ് എത്രയാണ്, അവിടെ വരുന്ന ഇൻകം എങ്ങനെയാണ്, അങ്ങനെ പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, then seventh point, centralized administrative control. And HMS helps to build a centralized platform for managing activities, allowing hospitals to streamline their administrative process. It ensures consistency beyond departments. This enhances efficiency, minimize errors, better overall patient care. അതായത് ഒരു ഹോസ്പിറ്റലിൽ തന്നെ പല പ്രവർത്തനങ്ങളെ ഇത് എന്ത് ചെയ്തിരിക്കുന്നുണ്ട്, ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഹോസ്പിറ്റലിനെ അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ് എഫക്റ്റീവ് ആക്കാനും, അതുപോലെ തന്നെ അവരുടെ കൺസിസ്റ്റൻസി പ്രൊവൈഡ് ചെയ്യാനും ഈ ഒരു HMS സഹായിക്കുന്നുണ്ട്. സ്റ്റാഫുകൾക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാം, അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്തു തീർക്കാനായിട്ട് ഈ ഒരു സിസ്റ്റത്തിലൂടെ സാധിക്കുന്നതാണ്. Then അടുത്തത് reduced medical errors ആണ്. And HMS can help reduce medical errors by providing doctors and nurses with updated patient information. It reduces the risk of misdiagnosis, incorrect treatment, or adverse drug reaction. മാത്രമല്ല ഇത് മെഡിക്കൽ എറേഴ്സിനെ കുറയ്ക്കുന്നു. എങ്ങനെയാണ്, അതായത് ഡോക്ടർമാർക്കും നഴ്സുമാർക്കും അപ്ഡേറ്റഡ് ആയിട്ടുള്ള രോഗിയുടെ വിവരങ്ങളാണ് ഇത് നൽകുന്നത്. മാത്രമല്ല ഡോക്ടേഴ്സിന് തെറ്റായിട്ടുള്ള മിസ്ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ള രോഗനിർണയം ഒഴിവാക്കാനും, ഇൻകറക്റ്റ് ട്രീറ്റ്മെന്റ് തെറ്റായിട്ടുള്ള ചികിത്സ ഒഴിവാക്കാനും, അതുപോലെ തന്നെ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനും ഒക്കെ ഈ സിസ്റ്റത്തിലൂടെ സാധിക്കുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് ആണ് reduced readmission and rehospitalization rates. And HMS can also decrease readmission and rehospitalization rates by ensuring timely follow-ups. This increases patient outcomes and minimizes complication risk. അതായത് ഈ ഒരു സിസ്റ്റത്തിലൂടെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ രോഗികള് വീണ്ടും അഡ്മിറ്റ് ആവാനുള്ള ചാൻസ് കുറയുകയും വീണ്ടും റീഹോസ്പിറ്റലൈസ്ഡ് ചെയ്യാനുള്ള ചാൻസ് കുറയുകയും ചെയ്യുന്നുണ്ട്. കാരണം കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രോഗികള് വീണ്ടും വരാനോ വീണ്ടും അഡ്മിറ്റ് ആവാനുള്ള സാധ്യത ഇത് കുറയ്ക്കുന്നു. ഓക്കെ, ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. ഇത്രയും ഭാഗം എടുത്തതില് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്? ക്ലിയർ ആണോ? കാരുണ്യ ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണ്. ഡൗട്ട് ഒന്നുമില്ല. ഓക്കെ, വായിച്ചാൽ മനസ്സിലാവും അല്ലേ? ഓക്കെ, അപ്പോ അടുത്ത പീരീഡ് ഞാൻ തന്നെയാണ്. നിങ്ങള് ഒരു 5-6 മിനിറ്റ് എന്ത് ചെയ്യാം, ബ്രേക്ക് എടുക്കുക. ഓക്കെ, ഒരു 35 കഴിയുമ്പോ വന്നാൽ മതി. വെള്ളമൊക്കെ കുടിച്ച് മുഖമൊക്കെ കഴുകി വരാം കേട്ടോ.
അടുത്തത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ് പഠിക്കാനായിട്ട് കേട്ടോ. ഓക്കെ, ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം വായിച്ചു മാത്രം പോയി. അതിനകത്ത് ആ ഒരു ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ് ഉണ്ടല്ലോ, അതൊന്ന് മാത്രം അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് ഇനി പുറകെ വരുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ബ്രേക്കിന് ശേഷം കാണാം. ബ്രേക്ക് എടുത്തിട്ട് വരാം. ഓക്കെ.
ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അടുത്തത് ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് ഹെൽത്ത് ഇൻഫോർമേഷൻ സിസ്റ്റം ആണ്. അതായത് ഹെൽത്ത് ഇൻഫോർമേഷൻ സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ഫീച്ചറുകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ പേഷ്യന്റ് പോർട്ടൽ ആണ്. കേട്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ ആ പേര്, പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്ന. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. The patient portal is an unavoidable feature of the health information system. It is a program like the electronic health record, but what makes it different is that these patients can have a secure online entry to their medical records, arranging doctor appointments, passing information with the doctor, checking medical bills, and processing payment online. All they require is smart equipment to avail themselves of the maximum benefit of the feature. Instead of following the age-old process of arranging a doctor's appointment, they may just log into their account in the patient portal, have an understanding of the availability of their doctors, and make an appointment according to their convenience and doctor's availability. After arranging the appointment, they can verify the bill and make the payment or set the details for future payment. The popularity of the patient portal is growing day by day since it enhances accessibility for patient and keeps the transparency between the patients and their treatment process. Therefore, hospitals select this to improve their patient satisfaction level and build themselves as dependable ones. Okay. So, patient portal കുറിച്ചിട്ടാണ് പറയുന്നത് ഞാൻ പറഞ്ഞു. Patient portal-ലൂടെ രോഗി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഓരോ ഹോസ്പിറ്റലിനും ഓരോരോ വെബ്സൈറ്റുകൾ ഉണ്ട്. അതില് പേഷ്യന്റ് പോർട്ടലിലൂടെ ആണ് രോഗി എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക. രോഗി ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ രോഗികൾക്ക് അവരുടെ മെഡിക്കൽ റെക്കോർഡിലേക്ക് സുരക്ഷിതമായി എൻട്രി ചെയ്യാനായിട്ട് സാധിക്കും. പേഷ്യന്റ് പോർട്ടലിലൂടെ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ സെക്യൂർ ആയിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് അവിടെ നമുക്ക് ആക്സസബിൾ ആകും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് അപ്പോയിന്റ്മെന്റുകൾ ക്രമീകരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഡോക്ടർമാർക്ക് നമുക്ക് ഇൻഫോർമേഷൻ പാസ് ചെയ്യാനായിട്ട് സാധിക്കും. മെഡിക്കൽ ബിൽസ് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. പേയ്മെന്റ് നമുക്ക് ഓൺലൈൻ ആയിട്ട് പേഷ്യന്റ് പോർട്ടലിലൂടെ നടത്താവുന്നതാണ്. അതുപോലെ തന്നെ ഡോക്ടർമാരുടെ അവൈലബിലിറ്റി നമുക്ക് നോക്കാവുന്നതാണ്. ഏതൊക്കെ ഡോക്ടർമാരാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നോക്കാവുന്നതാണ്. പേഷ്യൻസിന്റെ സൗകര്യങ്ങൾ നമുക്ക് നോക്കാവുന്നതാണ്. ഇത് അനുദിനം വളർന്നുകൊണ്ട് ചിലപ്പോൾ ചില പേഷ്യൻസിന് ഇന്നത്തെ ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ കാണാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പേഷ്യന്റ് പോർട്ടലിലൂടെ ലോഗിൻ ചെയ്ത് വേണമെങ്കിൽ നമ്മുടെ അപ്പോയിന്റ്മെന്റ് ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ ഇത്തരത്തില് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്ത്, ഈ ഒരു HMSന്റെ പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്നത്. ഇതിലൂടെ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഇവിടെ വർദ്ധിക്കുന്നത്. ക്ലിയർ ആണോ? ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറയണോന്നാണോ ക്ലിയർ ആണോ എന്നാണോ പറയണേ വിജീശ്യാമേ? പേഷ്യന്റ് പോർട്ടലിലൂടെയാണ് നമ്മൾ ലോഗിൻ ചെയ്യുക. പേഷ്യന്റ് പോർട്ടലിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക വെബ്സൈറ്റ് വഴി. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ അപ്പോയിന്റ്മെന്റുകൾ എടുക്കാനായിട്ട് സാധിക്കും. ഇഷ്ടപ്പെട്ട ഡോക്ടറെ നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോ ഇത്തരത്തില് എന്താ പറയാ, പിന്നെ അതുപോലെ തന്നെ ഓൺലൈൻ പേയ്മെന്റ് നമുക്ക് പേഷ്യന്റ് പോർട്ടലിലൂടെയാണ് നടത്താനായിട്ട് കഴിയുക. അപ്പൊ ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സ് ആണ് പേഷ്യന്റ് പോർട്ടലിനുള്ളതും HMSന്റെ പേഷ്യന്റ് പോർട്ടലിന്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ, അടുത്തത് മെഡിക്കൽ ബില്ലിംഗ് ആണ്.
Online medical billing feature controls all the billing work in less amount of time than usual. Gone are the days when hospitals spend a major amount of time controlling all the appointments and billings. Now with the medical billing feature, patients billing, insurance details, patient tracking and payment process, everything can be managed with the capability. You can even accept a notification alert if there is any delay or other issue in payment so that you can take action according to the norms. അതായത് മെഡിക്കൽ ബില്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൺലൈൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മെഡിക്കൽ ബില്ലിങ്ങിന്റെ ഫീച്ചറുകൾ നമുക്ക് നോക്കാവുന്നതാണ് അല്ലെ? അതായത് ഓൺലൈൻ വഴിയാണ് മെഡിക്കൽ ബില്ലിംഗ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നടത്തുന്നത്. അത് മാത്രമല്ല നമുക്ക് ഇററുകൾ കുറക്കാനായിട്ട് ഇതിലൂടെ സാധിക്കും. ബില്ലിങ്ങിനുള്ള പേഷ്യൻസിന്റെ ബില്ലിംഗ്, അതുപോലെ തന്നെ ഇൻഷുറൻസിന്റെ ഡീറ്റെയിൽസ്, പേഷ്യന്റ് ട്രാക്കിംഗ്, പേയ്മെന്റ് പ്രോസസ്സ്, ഇതൊക്കെ ഇതിനകത്ത് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. മാത്രമല്ല നമ്മൾ പേയ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിലേ വരികയാണെങ്കിൽ നമ്മുടെ ഫോണില് അവരെന്ത് ചെയ്യും? അലേർട്ട് അയക്കും. ഇതാണ് ഇന്ന കാര്യമാണ് ഡിലേ ആവുന്നത്. അങ്ങനെ ആർക്കെങ്കിലും മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ഡിലേ ആയി എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടോ? മെഡിക്കൽ ബില്ലിങ്ങിന്റെ പൈസ അടച്ചിട്ട് ആർക്കും വന്നിട്ടില്ല? ആർക്കും ഇല്ല? ഓക്കെ. അപ്പൊ വരാത്തത് കൊണ്ടാണ് അത് അറിയാത്ത കേട്ടോ. നമ്മള് മെഡിക്കൽ ബില്ലിങ് കാര്യങ്ങൾ, അതായത് നമ്മൾ ബില്ല് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ഇങ്ങനെ വരുന്നതാണ്, അല്ലെങ്കിൽ അലേർട്ട് വരുന്നതാണ് നമ്മുടെ മൊബൈലിൽ. ഇപ്പൊ നമ്മൾ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അപ്പോയിന്റ്മെന്റിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അവര് നമുക്ക് ഉടനെ തന്നെ എന്ത് ചെയ്യും? മെസ്സേജ് അയക്കില്ലേ? അത് കണ്ടിട്ടുണ്ടോ നിങ്ങള്? മെസ്സേജ് അയക്കില്ലേ? സമയം മാറി എന്ന് പറഞ്ഞ്. അതുപോലെ തന്നെയാണ് മെഡിക്കൽ ബില്ലിങ്ങിൽ. നമ്മൾ ഓൺലൈനായിട്ടൊക്കെ പേയ്മെന്റ് നടത്തുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഡിലേയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് മെസ്സേജ് വരുന്നതാണ്. ഓക്കെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ഗൂഗിൾ പേ എടുക്കാം. ഗൂഗിൾ പേയിൽ നമ്മളിപ്പോ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാണ്. നമ്മുടെ ക്യാഷ് ഡെബിറ്റ് ആയി, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ആൾക്ക് ക്രെഡിറ്റ് ആയിട്ടില്ല. നമ്മുടേത് ക്യാഷ് പോവുകയും ചെയ്തു, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച വ്യക്തിയിൽ അത് എത്തിച്ചേർന്നിട്ടില്ല. അപ്പൊ നമുക്ക് ആകെ നമുക്കൊരു ഭയം ഉണ്ടാവില്ല. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞ് നമുക്കൊരു മെസ്സേജ് വരും, എന്താണ് നമ്മുടെ അക്കൗണ്ടിൽ തന്നെ അത് ക്രെഡിറ്റ് ആയി എന്ന് പറഞ്ഞു. ചിലപ്പോൾ 2 ദിവസമൊക്കെ എടുക്കായിരിക്കും. അങ്ങനെ വന്നിട്ടുണ്ടോ? ഉണ്ട് അല്ലെ? അപ്പൊ അതുപോലെ തന്നെയാണ് ഇത് കേട്ടോ. നമ്മുടെ ക്യാഷ് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അക്കാര്യത്തിൽ എന്തെങ്കിലും ഡിലേയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ അലേർട്ടിംഗ് മെസ്സേജ് വരുന്നതാണ്. ഓക്കെ. അടുത്തത് പേഷ്യന്റ് ഷെഡ്യൂളിംഗ് ആണ്. Just as the patient portal, with the patient scheduling, patients can arrange their own appointments by merely logging into their respective accounts. This way, they neither should wait in line in front of the doctor's chamber or clinic, nor require to call the clinic repeatedly to have an appointment. All the facilities will be available 24/7 with just a tap away. They can even go with their convenience with the availability of the doctor and make appointments accordingly. This feature is beneficial to the care providers too. They can allow their staff test rooms and specialty apparatus if required. അതായത് പേഷ്യന്റ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് പോർട്ടൽ പോലെ തന്നെയുള്ള ഒരു സംഭവമാണ്. അതായത് നമ്മുടെ വെബ്സൈറ്റ്, ഹോസ്പിറ്റൽ വെബ്സൈറ്റില് പേഷ്യന്റ് പോർട്ടൽ ഉണ്ട്. അതുപോലെ പേഷ്യന്റ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനകത്ത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാം. അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മെഡിക്കൽ ഫയല്, നമ്മുടെ അപ്പോയിന്റ്മെന്റുകളൊക്കെ നമുക്ക് ബുക്ക് ചെയ്യാം. വേണമെങ്കിൽ നമ്മുടെ മെഡിക്കൽ ഫയൽ നമുക്ക് ആക്സസ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോ പേഷ്യന്റിന്റെ പോർട്ടൽ പോലെ തന്നെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക ഘടകമാണ് പേഷ്യന്റ് ഷെഡ്യൂളിംഗ്. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്തിട്ട് നമുക്ക് ഡോക്ടർമാരുമായിട്ടുള്ള അപ്പോയിന്റ്മെന്റുകൾ എടുക്കാനായിട്ട് സാധിക്കും. ഇതുവഴി ഡോക്ടറുടെ ചേംബറിന് മുമ്പിലോ ഡോക്ടറുടെ ക്ലിനിക്കിന് മുമ്പിലോ ഒന്നും നമ്മള് കാത്തു നിൽക്കേണ്ട ആവശ്യമേ വരുന്നില്ല. 24/7 എല്ലാ സമയവും ഇതിന്റെ എന്താ പറയുക അവൈലബിൾ ആയിരിക്കും. ഈ ഒരു ഓപ്ഷൻ വഴി നമുക്ക് ലോഗിൻ ചെയ്യാനും ഡോക്ടറെ കാണാനും ഒക്കെ സാധിക്കും. ഓക്കെ.
പിന്നെ അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റുകൾ നമ്മുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് കിട്ടുകയും ചെയ്യും. നമുക്ക് ഏത് ഡോക്ടറെയാണോ കാണേണ്ടത്, ഏത് സമയമാണ്, അതൊക്കെ നമുക്ക് നമ്മുടെ സമയത്തിനനുസരിച്ച് കിട്ടും എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ പേഷ്യന്റ് പോർട്ടല്, മെഡിക്കൽ ബില്ലിങ്, അതുപോലെ തന്നെ പേഷ്യന്റ് ഷെഡ്യൂളിംഗ് പറഞ്ഞു. ഇത് മൂന്നും ക്ലിയർ ആണോ? അടുത്തത് ഈ പ്രിസ്ക്രൈബിംഗ് ആണ് കേട്ടോ. ഈ പ്രിസ്ക്രൈബിംഗ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ, റീഡ് ചെയ്തത് ജസ്റ്റ് ഒന്ന്. ഓക്കെ, എന്താണ് ഈ പ്രിസ്ക്രൈബിംഗ് എന്ന് നോക്കാം. This software in health information system accelerates the complete prescription process normally done by the staff members of the medical practitioner's office. They are able to send and fill the prescription of every patient to the pharmacies online. Also, they can trace the entire process and take any action if required. This way, the whole process becomes quick, safe, and free of error. ഇത് നമുക്ക് അറിയാനായിട്ട് പറ്റും. കാരണം നമ്മള് ഇത് കണ്ടിട്ടുള്ളതാണ്. നിങ്ങൾ ഓരോരുത്തരും വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ ഡോക്ടർമാരുടെ റൂമിൽ ചെല്ലുന്നുണ്ടല്ലോ, അതായത് അവരുടെ കൺസൾട്ടേഷൻ റൂമിൽ ചെല്ലുമ്പോൾ നമ്മൾ നമ്മുടെ രോഗങ്ങളൊക്കെ പറയും. അവരതനുസരിച്ച് നമ്മളെ പരിശോധിക്കും. അതിനുശേഷം അവരുടെ റൂമില് അവരെ സഹായിക്കാനായിട്ട് ഒന്നില്ലെങ്കിൽ ജൂനിയർ ഡോക്ടേഴ്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ മറ്റു പല സ്റ്റാഫുകൾ ഉണ്ടാവാം. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്യും, ഇവരോട് നമ്മുടെ മരുന്നുകളുടെ വിവരങ്ങളൊക്കെ പറയും. അതുപോലെ നമ്മൾക്ക് വേണ്ടിയുള്ള അഡ്വൈസും കാര്യങ്ങളൊക്കെ ഡോക്ടർ പറയും. ഇവരിത് നേരെ അവരുടെ കമ്പ്യൂട്ടറിൽ എൻറ്റർ ചെയ്തിട്ട് ഫാർമസിയിലേക്ക് സെൻഡ് ചെയ്യും. അതിനെയാണ് ഈ പ്രിസ്ക്രൈബിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഹോസ്പിറ്റലിന്റെ കംപ്ലീറ്റ് പ്രിസ്ക്രിപ്ഷൻ പ്രോസസ് ഇങ്ങനെയാണ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഓൺലൈൻ ആയിട്ട് പ്രാക്ടീഷണർമാരുടെ സ്റ്റാഫുകൾ ഇത് ഫാർമസിയിലേക്ക് അയക്കുന്നു. ഇത് കാര്യങ്ങൾ കുറച്ചും കൂടി സ്പീഡായിട്ട് ചെയ്യാനായിട്ട് ഡോക്ടേഴ്സിനെ സഹായിക്കും. കണ്ടിട്ടില്ലേ നിങ്ങൾ ഈ പ്രിസ്ക്രൈബിങ്? ഡോക്ടർമാര് ചെല്ലുമ്പോൾ, അവിടെ നമ്മൾ ചെല്ലുമ്പോൾ നമുക്കറിയാം ചില ഡോക്ടേഴ്സ് പറഞ്ഞു കൊടുക്കും. മെഡിക്കൽ കോളേജിലൊക്കെ അങ്ങനെയാണ്. ജൂനിയർ ഡോക്ടേഴ്സ് ഒക്കെയാണ് എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് അത് ഫാർമസിയിലേക്ക് അയക്കുന്നത്. ഇതുമൂലം സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും, എറർ കുറക്കാം. അതുപോലെ ക്വിക്കായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നതാണ്. ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. അടുത്തത്, അപ്പൊ ഈ പ്രിസ്ക്രൈബിംഗ് ഇമ്പോർട്ടന്റ് ആണ്. ഈ പ്രിസ്ക്രൈബിംഗ് ഇമ്പോർട്ടന്റ് ആണ്. റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് പറയാനായിട്ട് വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ പ്രിസ്ക്രൈബിംഗ്, റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്, ദെൻ മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ്, ഇത് മൂന്നും വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്താണ് നമുക്കൊന്ന് നോക്കാം. This is another aspiring feature of health information system which enables access to patient details easily, help care providers deliver good health care to the patients, and mitigate severe condition expenses. Remote patient monitoring (RPM) is really useful for patients who are experiencing chronic health issues. Doctors use the information gathered through RPM for monitoring patients' health status. Also, with these details, they can predict or end situations that would or else require serious medical intervention. Other than chronic health care, RPM is useful for other cases too, such as care for senior citizens, care after discharging patient, then treatment for behavioral health and substance abuse.
ആദ്യം ഞാൻ ഇതിന്റെ എക്സ്പ്ലനേഷൻ പറയാം, ദെൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗിന്റെ ഷോർട്ട് ഫോം ആണ് RPM എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ മറ്റൊരു ഫീച്ചർ ആണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്. ഇതിലൂടെ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഹെൽത്ത് കെയർ പ്രൊവൈഡർമാർക്ക് നല്ല ഹെൽത്ത് കെയർ പേഷ്യൻസിന് കൊടുക്കാൻ ഇതിലൂടെ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ മിറ്റിഗേറ്റ് സിവിയർ കണ്ടീഷൻ എക്സ്പെൻസ്, അവസ്ഥാ ചെലവുകൾ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഈ RPM വഴി ബെനിഫിറ്റ് കിട്ടുന്നത് വിട്ടുമാറാത്ത രോഗങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾക്ക്, മാത്രമല്ല സീനിയർ ആയിട്ടുള്ള സിറ്റിസൺസിന്, ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോകുന്ന പേഷ്യൻസിന്, അതുപോലെ തന്നെ എന്തെങ്കിലും ബിഹേവിയറൽ ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതായത് പെരുമാറ്റത്തിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ ഉള്ളവര്, അതുപോലെ തന്നെ മയക്കുമരുന്ന് ദുരുപയോഗത്തിന് അടിമപ്പെട്ടവര്, ഇവർക്കൊക്കെയാണ് RPM കൂടുതൽ സഹായകരമാകുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഇനി കൂടുതൽ കാര്യങ്ങളിലേക്ക് വരാം. ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് പേഷ്യൻസിനെ നമുക്ക്, അതായത് പേഷ്യൻസ് ചിലപ്പോ ഹോസ്പിറ്റലിൽ ആയിരിക്കണമെന്നില്ല, ഒന്നില്ലെങ്കിൽ വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ ദൂരെ ഏതെങ്കിലും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കാം പേഷ്യന്റ് ഉണ്ടായിരിക്കാം. സോ അകലെ ഇരുന്നു കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? ഒന്നുകിൽ ഇത് പല ഡിവൈസസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത് ഡിവൈസുകളുടെ ഒരു കൂട്ടമാണ്. അതായത് രണ്ട് രീതിയിലാണ് RPM ഉപയോഗിക്കാം. ഒന്ന്, നമുക്ക് സെൽഫ് ആക്സസ് വഴി RPM നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തത് ഡിവൈസസ് ഉണ്ടെന്ന് പറഞ്ഞു, രണ്ടിലും ഡിവൈസസ് ഉപയോഗിക്കുന്നുണ്ട്. ആദ്യത്തെ രീതി ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് രണ്ടാമത്തെ രീതിയിലേക്ക് കിടക്കാം, അതാണ് കുറച്ചും കൂടി നല്ലത്. ആദ്യത്തെ രീതി സെൽഫ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാ പറഞ്ഞത്. അതായത് കുറെ അധികം ഡിവൈസസുകൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഗ്ലൂക്കോമീറ്റർ ഉപയോഗിക്കുന്നുണ്ട്, പൾസ് ഓക്സിമീറ്റർ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് നോക്കുന്ന ഡിവൈസസ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ മയക്കുമരുന്ന് ദുരുപയോഗം അളക്കുന്ന ആ ഒരു ഡിവൈസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം ഡിവൈസസുകള് രോഗിക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എന്ത് ചെയ്യാം? കണക്ട് ചെയ്യാം. അതായത് രോഗിക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ ഒരു ഡിവൈസസ് കൊണ്ട് അവരുടെ വാല്യൂ എത്രയാണെന്ന് അളക്കാനായിട്ട് സാധിക്കും. ദെൻ എന്തെങ്കിലും ക്രിട്ടിക്കൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? രോഗിക്ക് പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചേരാനും സാധിക്കും. എങ്ങനെയാണ്? ഇപ്പൊ ഗ്ലൂക്കോമീറ്റർ എന്താണ്? നമ്മുടെ ഷുഗർ ലെവൽ നോക്കുന്നതല്ലേ. ഗ്ലൂക്കോമീറ്ററിൽ നമ്മുടെ ഷുഗർ ലെവൽ, രോഗി ഇരുന്ന് വീട്ടിലിരുന്നുകൊണ്ട് ഷുഗർ ലെവൽ നോക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഷുഗർ ലെവൽ കൂടുകയൊക്കെ ചെയ്യുക. സാധാരണയിൽ നിന്ന് ആ രോഗിക്ക് ഷുഗർ ലെവൽ കൂടുകയാണ് ചെയ്തത്. അപ്പൊ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ അടിയന്തര സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ആ രോഗി പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? ഹോസ്പിറ്റലൈസ്ഡ് ആവും. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് രോഗിയെ സഹായിക്കുന്നുണ്ട്. ഇനി രണ്ടാമതെന്ന് പറഞ്ഞാല് മുതിർന്ന പൗരന്മാർക്കൊക്കെ ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, സീനിയർ സിറ്റിസൺസിനൊന്നും ഇത് നോക്കാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോ ഇത് ഒരു എന്താ പറയാ, ഒരു പെട്ടി പോലെ ഒരു സാധനമാണ്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, ഒരു പെട്ടിയിൽ ഒരു സാധനം, അതിനകത്ത് കുറെ അധികം ഡിവൈസസ് ഉണ്ട്. ഗ്ലൂക്കോമീറ്റർ ഉണ്ട്, പൾസ് ഓക്സിമീറ്റർ ഉണ്ട്. ഇതിനകത്ത് വേണ്ടി റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗിന് ഉപയോഗിക്കുന്ന എല്ലാത്തരം ഡിവൈസുകളും ഈ ഒരു പെട്ടിയിൽ ഉണ്ടാകും. ഈ പെട്ടി എന്ത് ചെയ്യുന്നു? ഹോസ്പിറ്റലിന്റെ ഡാറ്റാബേസുമായിട്ട് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യും. ഓക്കെ, ഹോസ്പിറ്റലിന്റെ ഡാറ്റാബേസുമായിട്ട് കമ്പ്യൂട്ടർ വഴി ഡിവൈസസ് കണക്ട് ചെയ്യുന്നു. ഡോക്ടറിന് ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ട് രോഗിയുടെ മോണിറ്ററിംഗ് നടത്താനായിട്ട് ഇതിലൂടെ സാധിക്കുന്നു. അപ്പോ രണ്ട് തരത്തിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് സെൽഫ് ആക്സസ് ചെയ്യാം, രോഗിക്ക് ഡിവൈസസ് ഉണ്ടെങ്കിൽ സ്വയം എന്താ പറയാ രോഗനിർണയം നടത്തി ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നതാണ്. രണ്ടാമത്തേത് ഇതൊരു എന്താ പറയാ കുറെ അധികം ഡിവൈസുകൾ അടങ്ങിയ ഒരു ബോക്സ് ആണ്. അത് ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാല് രോഗിക്ക് എന്ത് ചെയ്യാം? അവിടെ ഇരുന്നു കൊണ്ട് ഈ ഡോക്ടർക്ക് രോഗിയെ നിരീക്ഷിക്കാനും പ്രിസ്ക്രിപ്ഷൻ കൊടുക്കാനും സാധിക്കുന്നതാണ്. ക്ലിയർ ആണോ? മനസ്സിലായോ? പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം, നമ്മൾ കൊറോണയുടെ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചിരുന്ന ഒരു ഡിവൈസ് ആണ് പൾസ് ഓക്സിമീറ്റർ. നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ?
കൊറോണ പിടിപെട്ടിട്ടുള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? ഉണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ അതിനകത്ത് എന്താ പറയാ, സീനിയർ സിറ്റിസൺസ്, അതുപോലെ തന്നെ ആസ്മയുള്ള പേഷ്യൻസ്, എന്തെങ്കിലും രോഗങ്ങളുള്ള പേഷ്യൻസ്, അവർക്കൊക്കെ പൾസ് ഓക്സിമീറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം കൊറോണ പിടിപെട്ട് കഴിഞ്ഞാൽ മറ്റു രോഗങ്ങളിലുള്ളവരെ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ? അപ്പൊ ഓക്സിജൻ ലെവൽ അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പൾസ് ഓക്സിമീറ്റർ കൊടുത്തിരുന്നത്. അത് നമ്മുടെ രാവിലെ തന്നെ 19 കിലോ ആണെന്ന് തോന്നുന്നു, 90 താഴെയാണ് ഓക്സിജൻ ലെവൽ എങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആണെന്നാണ്. ഓക്കെ, അപ്പോ എല്ലാ ദിവസവും എന്ത് ചെയ്യണം, ഇത് കൈവിരലിൽ ഘടിപ്പിച്ചിട്ട് ഈ ഒരു ലെവൽ നോക്കേണ്ടതുണ്ട്. അപ്പൊ അത് രോഗിക്ക് തന്നെ എന്ത് ചെയ്യാം, ഇത് നോക്കാനായിട്ട് സാധിക്കും അല്ലെ? ഒന്ന് നോക്കിയിട്ട് വിരലൊക്കെ ഘടിപ്പിച്ചു കഴിഞ്ഞാല് എത്രയാണ് അതിന്റെ അളവെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോ അളവ് കുറഞ്ഞിട്ടാണുള്ളതെങ്കിൽ എത്രയും പെട്ടെന്ന് ആശാവർക്കറെയോ അല്ലെങ്കിൽ അടുത്തുള്ള ഹോസ്പിറ്റൽ അറിയിക്കുകയാണ് ചെയ്യേണ്ടത്. അവര് വന്ന് നമ്മളെ എടുത്തോളും. ഓക്കെ, അപ്പൊ ആ ഒരു രീതി എന്ന് പറയുന്നത് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് ആണ്. നമ്മള് കൊറോണ ടൈമിൽ ഏത് രീതിയാണ് ഉപയോഗിച്ചത്? റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന് പറയുന്ന രീതിയാണ് ഉപയോഗിച്ചത്. അപ്പൊ ഇതൊക്കെ അറിയാൻ ഈ ഉപകരണങ്ങളൊന്നും പ്രവർത്തിക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഇത് പ്രത്യേകമായിട്ട് ബോക്സ് ആയിട്ട് കിട്ടും. അതിനകത്ത് കുറേയധികം ഡിവൈസ് ഉണ്ടാവും. അത് കണക്ട് ചെയ്താല് ഡോക്ടർക്ക് അവിടെ ഇരുന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോ ഇതിന്റെ ഒരു പ്രധാന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല് എത്രയും പെട്ടെന്ന് എമർജൻസി പേഷ്യൻസിനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനും അവർക്ക് വേണ്ടിയുള്ള കെയർ കൊടുക്കാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അത് വരുന്ന ഡിവൈസസ് ഗ്ലൂക്കോമീറ്റർ, പൾസ് ഓക്സിമീറ്റർ, ഹാർട്ട് റേറ്റ്, ബ്ലഡ് റേറ്റ് നോക്കുന്ന മോണിറ്റേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് കൂടുതലായിട്ട് വരിക. ഓക്കെ, അപ്പോ ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. ദെൻ മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. 2 മിനിറ്റ് എടുത്തിട്ട് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. Okay. Master Patient Index has gathered a popularity across many hospitals and a large organization of medical practices. With this technology, one requires to feed the patient's information once. After that, it gets connected to numerous databases, and therefore, this data can be useful in the future for other lab tests and clinical departments. Finding the data manually every time is not needed then. The ease of access to a practice, patient's details, and the most important benefit of using the master patient index. Also, it is totally automated, minimize the possibility of errors, and improves the safety of the information. അതായത് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മെഡിക്കൽ റിപ്പോർട്ടിലെ മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സിനെ കുറിച്ച് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ടോ? നോക്കിയിട്ടുണ്ടോ മെഡിക്കൽ റെക്കോർഡ്? മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് കേട്ടിട്ടില്ലേ? ഇല്ല. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു പേഷ്യന്റിന് ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ എന്താ ചെയ്യാം, അതായത് രജിസ്റ്റർ ചെയ്യും അല്ലെ? രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഒരു UHID കൊടുക്കും. ഓക്കെ, ഒരു ID അദ്ദേഹത്തിന് ജനറേറ്റ് ചെയ്ത് കൊടുക്കും. അതിനുശേഷമാണ് അദ്ദേഹം ഡോക്ടറെ കാണാനായിട്ട് ചെല്ലുന്നത്. ഡോക്ടറെ കാണാനായിട്ട് ചെന്ന് കഴിയുമ്പോൾ ഡോക്ടർ വേണമെങ്കിൽ പറയാം ലബോറട്ടറിയിൽ ചെന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറയാം. ഓക്കെ, അങ്ങനെ ഇദ്ദേഹം നേരെ ലബോറട്ടറിയിലേക്ക് പോകുന്നു. അവിടെ ഇദ്ദേഹത്തിന് രജിസ്ട്രേഷൻ ആവശ്യമുണ്ടോ?
നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. രജിസ്ട്രേഷൻ ആവശ്യമുണ്ടോ അവിടെ? ഇല്ല അല്ലേ? എന്താണ് രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്ത? ഓൾറെഡി നമ്മൾ ഒരു രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട് അല്ലേ? നമുക്കറിയാം HMS ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വിവരങ്ങൾ ക്രോഡീകരിച്ച് ഇന്റഗ്രേറ്റ് ചെയ്ത് മറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വിവരങ്ങൾ പാസ് ചെയ്യുന്നുണ്ട്. UHID ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിവരങ്ങൾ മറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് ചെയ്യും? പാസ് ചെയ്യും. ആവശ്യമുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് മാത്രം. ഓക്കെ. ഇപ്പൊ ലബോറട്ടറിയിൽ ചെല്ലുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണ്ട? വീണ്ടും ഒരു രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പൊ റേഡിയോളജി ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലായിക്കോട്ടെ അവിടെയൊന്നും നമ്മൾക്ക് രജിസ്ട്രേഷൻ എടുക്കേണ്ട. നമ്മുടെ വിവരങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ എത്തിക്കോളും. ഇനി പേഷ്യന്റ് അഥവാ UHID മറന്നുപോയി, കൊണ്ടുവന്നില്ല, ഓക്കെ, ID കൊണ്ടുവന്നില്ല, അല്ലെങ്കിൽ മൊബൈൽ നമ്പർ അദ്ദേഹത്തിന് ഇല്ല, അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പർ ഇപ്പൊ നിലവിലില്ല, അല്ലെങ്കിൽ മൊബൈൽ നമ്പർ മറന്നുപോയെന്ന് വിചാരിക്കുക പേഷ്യന്റ്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല? റിസപ്ഷനിസ്റ്റിന് പെട്ടെന്ന് റെക്കോർഡ് വീണ്ടെടുക്കാൻ സാധിക്കുമോ? മൊബൈൽ നമ്പറുള്ള UHID ഇല്ല, പറ്റുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? പറ്റോ പറ്റില്ലേ? ഇല്ലല്ലേ? ആ, പറ്റില്ല. പറ്റുമോ? എങ്ങനെ പറ്റും കാരുണ്യ? എങ്ങനെയാ പറ്റുക? മൊബൈൽ നമ്പറും ഇല്ല, UHID ഇല്ല, എങ്ങനെയാ പറ്റുക? ഡീറ്റെയിൽസ്, പക്ഷെ അത് മെനക്കേടാണ് കുറച്ച്. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്താൽ മാത്രമാണ് എന്ത് ചെയ്യുക? കാരണം ഒരേപോലുള്ള അഡ്രസ് ഉള്ളവരുണ്ടാവും, ഒരേപോലുള്ള പേരുള്ളവരുണ്ടാകും. ആ, അപ്പൊ ഫോൺ നമ്പർ ഉണ്ടെങ്കിലാണ്, നമ്മളൊരു ഫോൺ നമ്പർ, നമ്മൾ ആരെങ്കിലും UHID കൊണ്ടുപോകുമോ? നമ്മൾ ആ ഫോൺ നമ്പർ പറഞ്ഞു കൊടുക്കും, അവരതനുസരിച്ച് നമുക്ക് നമ്മുടെ ഫയൽ എടുത്ത് തരും. അങ്ങനെയല്ലേ ചെയ്യാം? അപ്പോ എന്താണെന്ന് വെച്ചാല് ഇത് കുറച്ചും കൂടി എന്താ പറയാ, കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് മെനക്കെടില്ല ആളുകൾ, അഡ്രസ് ഒക്കെ അടിച്ചു കൊടുത്തെടുക്കാനായിട്ട് മെനക്കെടില്ല. അവർ പുതിയൊരു ID ജനറേറ്റ് ചെയ്യാനായിട്ട് നോക്കും. ഒരു പേഷ്യന്റിന് തന്നെ ഒന്നിൽ കൂടുതൽ ID വരുന്നത് ആ ഒരു സമയത്താണ് കേട്ടോ. അപ്പോ ഈ HMSന്റെ പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറഞ്ഞാൽ, HMS ഉപയോഗിക്കുന്ന ഹോസ്പിറ്റലുകളിൽ പേഷ്യന്റ് UHID ഇല്ല, പേഷ്യന്റ് മൊബൈൽ നമ്പർ ഇല്ല, പേഷ്യന്റ് വന്നിങ്ങനെ നിൽക്കുകയാണ്. അപ്പോ റിസപ്ഷനിസ്റ്റ് എന്ത് ചെയ്യും? എന്നാൽ പുതിയ രജിസ്ട്രേഷൻ നടത്താന്നും പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിനകത്ത് അടിച്ചു കൊടുക്കും. HMSൽ അടിച്ചു കൊടുക്കുമ്പോൾ സിസ്റ്റം പ്രിവെന്റ് ചെയ്യും. അത് HMS ഉപയോഗിക്കുന്ന ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ സിസ്റ്റം എന്ത് ചെയ്യും? അതിനെ പ്രതിരോധിക്കും. കാരണം എന്താ? എന്താണ് കാരണം? എന്താ അതിന്റെ? ഓൾറെഡി ആ പേഷ്യന്റ് ഡീറ്റെയിൽസ് വെച്ചിട്ടൊരു ഫയൽ അവിടെ ഉണ്ട്. അപ്പൊ വീണ്ടും ഇത് അടിച്ചു കൊടുക്കുമ്പോൾ സിസ്റ്റത്തിന് അറിയാനായിട്ട് സാധിക്കും, പ്രിവെന്റ് ചെയ്യും. സിസ്റ്റം അതിനെ ഡ്യൂപ്ലിക്കേഷൻ എന്ന് കാണിക്കും. മെഡിക്കൽ റെക്കോർഡ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഓക്കെ, സിസ്റ്റം അതിനെ എന്ത് ചെയ്യും? ഡ്യൂപ്ലിക്കേഷൻ എന്ന് കാണിക്കും കേട്ടോ. ഡ്യൂപ്ലിക്കേഷൻ എന്നാണ് വരിക. അപ്പോ രണ്ടാമത് നമ്മൾ അതേ ഡീറ്റെയിൽസ് വെച്ച് അടിച്ചു കൊടുത്തു കഴിഞ്ഞാല് അതിനകത്ത് ഓൾറെഡി ആ ഫയൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ പ്രിവെന്റ് ചെയ്യുകയും ഡ്യൂപ്ലിക്കേഷൻ എന്ന് കാണിക്കുകയും ചെയ്യും. അപ്പോ ഇത്തരത്തില് പേഷ്യന്റ് UHID എന്താ പറയാ, ഒരു ഹോൾ പ്രോസസ് ആയിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പൊ ക്ലിയർ ആണോ മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ്? ഓക്കെ. അടുത്തത് റാപ്പിംഗ് ഇറ്റം നോക്കാം നമുക്ക് എന്താണെന്ന്. അപ്പോ നിങ്ങൾ പ്രത്യേകം ഇതാക്കിയിരിക്കുക. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലെ ചെന്ന് നിൽക്കേണ്ട ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളാണ് സ്റ്റാഫ് എങ്കില് ഇത് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ഇങ്ങനെയാണ് സിസ്റ്റം കാണിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ആ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുക. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തതിലോട്ട് പോവാം. ഇവിടെ UHID ഫുൾ ഫോം വേണം. UHID ഫുൾ ഫോം ഒന്നും വരില്ല, വേണമെങ്കിൽ പറഞ്ഞു തരാമെന്ന് മാത്രം കേട്ടോ. UHID എന്ന് പറയുന്നത് ഹോസ്പിറ്റൽസിലാണ് യൂസ് ചെയ്യുന്നത്. ഹോസ്പിറ്റൽ യൂണിക് ഹെൽത്ത് ID, യൂണിക് ഹെൽത്ത് ID, യൂണിക് ഹെൽത്ത് ID കേട്ടോ. ജംഷീന. ഓക്കെ, അടുത്തത് റാപ്പിംഗ് ഇറ്റ്. Health information system will go on to bring changes in healthcare service with the assistance of powerful systems in hospitals and medical procedures. Not only will the efficiency of the professionals be increased, but also their work will become easier and more organized.
As a result, they focus on giving better care to the patients and improving patient engagement and contentment. In short, HIS offers a win-win situation for both the patients and the healthcare providers when it comes to refining care delivery service. അതായത് റാപ്പിംഗ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനൊന്ന് കൺക്ലൂഡ് ചെയ്യാണ്. അതായത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ ഇതിനൊന്ന് കൺക്ലൂഡ് ചെയ്യുന്നതിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് ഹെഡിങ് ആയിട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ആ സെന്റൻസിന്റെ ഫസ്റ്റ് വരുന്ന വേർഡ് ആയിട്ട് വേണം നമ്മൾ അതിനെ കരുതാനായിട്ട്. അപ്പൊ ഒന്ന് വിട്ടിയിടാം, ഹെഡിങ് അല്ല കേട്ടോ അത്. ഇതിനൊന്ന് ചുരുക്കി പറയാണ്. അതായത് ഈ ഒരു സിസ്റ്റം വളരെ നല്ല രീതിയിൽ ഇന്നത്തെ കാലത്ത് പേഷ്യൻസിനും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ പ്രൊവൈഡർമാർക്കും വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു സിസ്റ്റമാണ് HMS എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ധാരാളം എന്താ പറയാ സ്റ്റഡീസ് നടക്കുന്നുണ്ട്. അതുകൂടാതെ ഇതിന് ധാരാളം ബെനിഫിറ്റുകൾ ഉണ്ട്. ഇതില്ലാതെ ഒരു ഹോസ്പിറ്റൽ ഒരു ഫംഗ്ഷനും നടത്താനായിട്ട് പറ്റില്ല എന്നാണ് ആ കൺക്ലൂഷനിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതൊരു വിൻ വിൻ സിറ്റുവേഷൻ ഒരുക്കി തരുന്ന കൂടി ഈ ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി അടുത്തത്, ഇപ്പൊ നമ്മൾ ഇത്രയും കാര്യം ഒരു ഇൻട്രൊഡക്ഷൻ, ബെനിഫിറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് EHR-നെ കുറിച്ചിട്ടാണ്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് കേട്ടോ. ആദ്യം അതൊന്ന് നന്നായിട്ട് മനസ്സിരുത്തി വായിക്കുക. 5 മിനിറ്റ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് വായിക്കാം. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. വായിച്ചു കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ. Electronic Health Record EHR. Electronic Health Record EHR is the systemized body of patients and population electronically recorded health information in a digital format. These records can be shared across different healthcare settings.
Records are shared through network-connected enterprise-wide information system or other information networks and exchanges. EHRs may consist of a range of data that includes demographics, medical history, medication and allergies, immunization status, laboratory test result, radiology images, vital signs, person statistics, such as age and weight and billing information. Okay. അതായത് ഡിജിറ്റൽ ഫോർമാറ്റിൽ രോഗിയുടെ ആരോഗ്യ വിവരങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന രേഖയാണ് EHR എന്ന് പറയുന്നത്. അതായത് കമ്പ്യൂട്ടറിൽ ഇലക്ട്രോണിക്കലി റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു രേഖയാണ് EHR എന്ന് പറയുന്നത്. ഇത് ഹോസ്പിറ്റലിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. EHR ഉണ്ടെങ്കിൽ നമുക്ക് പേപ്പർ ബേസ്ഡ് റെക്കോർഡ് അല്ല അല്ലെ, കമ്പ്യൂട്ടറിലാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഹോസ്പിറ്റലിലെ പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. നെറ്റ്വർക്കിലൂടെ, ഓർഗനൈസേഷന്റെ ഇൻഫോർമേഷൻ സിസ്റ്റത്തിലൂടെ മറ്റ് നെറ്റ്വർക്കുകൾ മുഖേനയാണ് റെക്കോർഡുകൾ ഷെയർ ചെയ്യുന്നത്. ഹോസ്പിറ്റലിൽ തന്നെ നെറ്റ്വർക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ സിസ്റ്റം ഉണ്ടാകാം. അതിലൂടെ എന്ത് ചെയ്യും, രോഗിയുടെ വിവരങ്ങൾ ഷെയർ ചെയ്യപ്പെടുന്നതാണ്. EHR-ൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് രോഗിയുടെ മെഡിക്കൽ ഹിസ്റ്ററി, രോഗിയുടെ അലർജീസ്, ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ്, അതുപോലെ തന്നെ ലബോറട്ടറി റിസൾട്ടുകള്, റേഡിയോളജി ഇമേജുകള്, രോഗിയുടെ പ്രധാനപ്പെട്ട വൈറ്റൽസ്, ഏജ് ആൻഡ് വെയിറ്റ്, ബില്ലിംഗ് ഇൻഫോർമേഷൻ എന്നിവയുൾപ്പെടെ ധാരാളം കാര്യങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. EHR may consist of range of data that includes demographics, medical history, medication and allergies, immunization status, laboratory test result, radiology image, vital signs, age and weight, billing information. അത്രയും കാര്യങ്ങളാണ് EHR-ൽ ഉള്ളത്. Then next paragraph-ല് for several decades, electronic health record EHRs have been evaluated as a key to enhancing quality care. Electronic health records are used for other reasons than charting for patients. Today, providers are using data from patient records to enhance quality outcomes. By means of their care management programs, EHR compares all patients' demographics into a large pool and uses this information to help with the creation of new treatments or innovation in healthcare delivery, which overall improves the goals in healthcare. Comparing multiple types of clinical data from the system, health records has aided clinicians recognize and stratify chronically in patients. EHR can improve quality care by using the data and analytics to avoid hospitalization among high-risk patients. അതായത് കുറെ കാലങ്ങളായിട്ട് EHR എന്ത് നൽകുന്നുണ്ട്, ക്വാളിറ്റി കെയർ ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള ഒരു താക്കോലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ചാർട്ടിംഗ് പ്രോസസ് മാത്രമല്ല EHR-ൽ നടത്തുന്നത്, രോഗിയുടെ അപ്പോയിന്റ്മെന്റ് മാത്രമല്ല, മറിച്ച് കുറെ കാര്യങ്ങള് EHR-ലൂടെ നടക്കുന്നുണ്ട്. ഡോക്ടർമാര് EHR വഴിയാണ് രോഗികൾക്ക് ബെറ്റർ ആയിട്ടുള്ള കെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. EHR ഒരു വലിയ പൂളിലേക്ക് രോഗിയുടെ വിവരങ്ങളെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇത് ഹെൽത്ത് കെയർ സിസ്റ്റത്തില് ഒരു ഇന്നോവേഷൻ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. മറിച്ച് ഡാറ്റാസ് കംപ്ലീറ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിലൂടെ ഇലക്ട്രോണിക് എന്താ പറയാ, ക്രോണിക് പേഷ്യൻസിനെ ഐഡന്റിഫൈ ചെയ്യാനും തരംതിരിക്കാനും ഡോക്ടർമാർക്ക് സാധിക്കുന്നു. അതായത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ഉപയോഗിക്കുന്ന വഴി ആർക്കാണ് കൂടുതൽ പരിചരണം വേണ്ടത്, ആർക്കാണ് ഡിലേ ആയിട്ടുള്ള കെയർ വേണ്ടതെന്നൊക്കെ തീരുമാനിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഹൈ റിസ്ക് പേഷ്യൻസിന് ആശുപത്രി വാസം ഒഴിവാക്കാനും ഡാറ്റ ഉപയോഗിച്ച് ക്വാളിറ്റി കെയർ മെച്ചപ്പെടുത്താനും ഇതിലൂടെ സാധിക്കും. ഓക്കെ, അടുത്തൊരു പാരാഗ്രാഫിൽ പറയുന്നതാണ്, ഇത് EHR-ന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. EHR systems are outlined to record and store data correctly and to capture the state of patient over time. It removes the need to trace down a patient's previous paper medical records and helps in ensuring data up to date, accurate and readable. It also allows open communication between the patient and the provider. While providing privacy and security, it can lessen the risk of data replication,
Since there is only one modifiable file, which means the file is more likely up to date and the reduced risk of lost paperwork, and it is cost efficient because of the digital information being searchable and in a single file. EMRs, electronic medical record, are more effective when taking out medical data for the examination of possible trends and long-term changes in a patient. Population-based studies of medical records may also be made easier by the widespread adoption of EHRs and EMRs. Okay. അതായത് EHR എന്ന് പറയുന്ന എന്ത് ചെയ്യുന്നുണ്ട്, ഡാറ്റ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റഡ് കണ്ടീഷനിൽ അത് ആക്സസ് ചെയ്യുന്നുണ്ട്. EHR ഉള്ളപ്പോൾ പേപ്പർ റെക്കോർഡ്സിന്റെ ആവശ്യം വരുന്നില്ല. പേപ്പർ റെക്കോർഡ്സ് നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടില്ല. ഡാറ്റ, EHRലെ ഡാറ്റ എന്ന് പറയുന്നത് അക്യുറേറ്റ് ആണ്, റീഡബിൾ ആണ്, മാത്രമല്ല അത് പ്രൈവസിയും സെക്യൂരിറ്റിയും നൽകുന്നു. പേഷ്യൻസും പ്രൊവൈഡേഴ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുന്നു. കോപ്പി ചെയ്യാനുള്ള ചാൻസ് കുറയുന്നു. പേപ്പർ റെക്കോർഡ്സിന്റെ റിസ്കുകൾ EHR ഒഴിവാക്കുന്നു. ചെലവ് കാര്യക്ഷമമാക്കുന്നു. മാറ്റത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് എന്ത് ഈ ഒരു EHRന്റെ സവിശേഷതയായിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. ക്ലിയർ ആണോ? നമുക്ക് ഇതും കൂടി നോക്കിയിട്ട് നിർത്താം കേട്ടോ. കമ്പാരിസൺ വിത്ത് പേപ്പർ ബേസ്ഡ് റെക്കോർഡ് ഞാൻ വായിക്കുന്നില്ല, നിങ്ങളൊന്ന് വായിച്ചാൽ മതി. ഇതിനകത്ത് നമുക്ക് 3-4 പോയിന്റ്സ് മാത്രമേ ആവശ്യമുള്ളൂ. ബാക്കിയൊക്കെ വാരി വലിച്ചു കൊടുത്തിരിക്കുന്നതാണ്, അതൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് വായിക്കാം. ഞാൻ അതിനകത്ത് പ്രധാനപ്പെട്ട പോയിന്റ് മാത്രം പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ വായിക്കില്ല കേട്ടോ, നിങ്ങൾ തന്നെ ഒന്ന് റീഡ് ചെയ്യാം. എക്സ്പ്ലനേഷൻ പോയിന്റുകൾ ഞാൻ പറഞ്ഞുതരാം. വായിച്ചു കഴിയുമ്പോൾ തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, അതായത് പേപ്പർ റെക്കോർഡ്സിനേക്കാൾ EHRന്റെ മികവിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ഇതിൽ പറയുന്നത്.
EHRന്റെ അതായത് പേപ്പർ റെക്കോർഡ്സിനേക്കാൾ EHRനുള്ള ഗുണങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഇതിന് ചില ദോഷങ്ങളും ഉണ്ടെന്ന് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ ആണ് പറയുന്നത്. പേപ്പർ റെക്കോർഡ്സും ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡും തമ്മിലുള്ള കമ്പാരിസൺ ആണ് ഈ ഒരു പാരാഗ്രാഫ് ചർച്ച ചെയ്യുന്നത്. അതിനകത്ത് EHRന്റെ പ്രത്യേകതകൾ എന്താണെന്നാണ് ആദ്യം ഞാൻ പറയാൻ പോകുന്നത്. പ്രധാനപ്പെട്ട 3 പോയിന്റ്സ് ഉണ്ട്, അതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഇതിന് ട്രാൻസ്പെറൻസി ഉണ്ട്. EHRന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ, ഇത് സുതാര്യമാണ്, ട്രാൻസ്പെറൻസി ഉണ്ട്. രണ്ടാമത്തേത് പോർട്ടബിലിറ്റി ഉണ്ട്. ഓക്കെ, പോർട്ടബിലിറ്റി ഉണ്ട്. മൂന്നാമത്തേത് ഇതിന് ആക്സസബിലിറ്റി ഉണ്ട്. അപ്പോ ട്രാൻസ്പെറൻസി, പോർട്ടബിലിറ്റി, ആക്സസബിലിറ്റി, ഇത് മൂന്നും ഇതിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ്. ഡോക്ടേഴ്സിനെ എളുപ്പത്തിൽ EHR ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, എളുപ്പത്തിൽ അവർക്ക് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിലൂടെ രോഗിക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ദോഷം എന്ന് പറയുന്നത് മൂന്നാമതൊരാൾക്ക് വന്നിട്ട് ഹാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, എങ്ങനെയാണ് ഹാക്കിംഗ് നടത്തുന്നത്? ഹാക്കിംഗ് എന്ന് കേട്ടിട്ടില്ലേ നിങ്ങള്? ഒരു അൺഓതറൈസ്ഡ് പേഴ്സണ് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഇത് വന്ന് ഹാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഹാക്കിംഗ് നടക്കുന്നത് എപ്പോഴാണ്? അതായത് ഹോസ്പിറ്റൽസ്, നിങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്, ഹോസ്പിറ്റൽ സ്റ്റാഫുകള് രോഗികളുടെ EHR ഉപയോഗിക്കുന്ന സമയത്ത് സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്തിട്ടാണ് അവര് കയറുക. ലോഗിൻ ചെയ്യുമ്പോൾ അവർ പ്രത്യേകമായിട്ടുള്ള ഒരു പാസ്വേഡ് ഉപയോഗിക്കും, അല്ലെ? പാസ്വേഡ് ഉപയോഗിച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുക? ലോഗിൻ ചെയ്യുക. ഈ പാസ്വേഡ് മറ്റൊരു വ്യക്തി കാണുകയോ അല്ലെങ്കിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉപയോഗശേഷം ലോഗൌട്ട് ചെയ്യാൻ മറക്കുകയോ ചെയ്യുമ്പോഴാണ് ഇത് ഹാക്കിങ്ങിന് ഇടയാവുക. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, കൃത്യമായിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുന്നു, പാസ്വേഡ് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു, മറ്റൊരാളെ കാണാത്ത രീതിയിൽ ഉപയോഗിക്കുന്നു, then നമ്മൾ ലോഗൌട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ഹാക്കിംഗ്. അപ്പോ ഇതുകൊണ്ട് തന്നെ സൈബർ ലോകത്ത് മെഡിക്കൽ ഫീൽഡില് ഇതിനെ കുറിച്ചിട്ടുള്ള ഗവേഷണങ്ങൾ ധാരാളം നടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് പ്രൊട്ടക്ഷൻ ഒരുക്കണമെന്ന് ധാരാളം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉന്നയിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ പ്രത്യേകത കേട്ടോ. ദെൻ നമുക്ക് ഇനി അടുത്തത് പേപ്പർ ബേസ്ഡ് റെക്കോർഡിലേക്ക് വരാം. പേപ്പർ ബേസ്ഡ് റെക്കോർഡിന്റെ പ്രത്യേകത പുവർലി റീഡബിൾ ആണ്. നമുക്ക് ഒട്ടും തന്നെ വായിച്ചാൽ മനസ്സിലാവില്ല. കാരണം ഡോക്ടേഴ്സിന്റെ ഭാഷയാണ്, നമുക്ക് വായിച്ചാൽ മനസ്സിലാവണം എന്നില്ല. അപ്പൊ അതാണ് അതിന്റെ ഒരു പോരായ്മ. പിന്നെ ഇതിനകത്ത് ധാരാളം എറേഴ്സ് വരാം, പിശകുകൾ വരാം. ഡോക്ടർ വേണമെങ്കിൽ തെറ്റായ ഡോസേജ് രോഗികൾക്ക് നിർദ്ദേശിക്കാം, അല്ലെങ്കിൽ തെറ്റായ ചികിത്സ നടത്താം, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ട്രീറ്റ്മെന്റ് എഴുതാം. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ പേപ്പർ ബേസ്ഡ് റെക്കോർഡിന്റെ പ്രത്യേകതകളാണ്. ഓക്കെ, അപ്പൊ അത് രണ്ടും മാത്രമാണ് നമുക്ക് ആ ഒരു കമ്പാരിസൺ ആയിട്ട് ഇവിടെ നടത്താനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. ഏറ്റവും കൂടുതൽ ആളുകൾ 55-83% ഉള്ള ആളുകൾ EHRനെയാണ് ആശ്രയിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, രണ്ട് തമ്മിലുള്ള കമ്പാരിസൺ ക്ലിയർ ആണോ? അത്രയും മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ, വേറെ ഒന്നും തന്നെ ആ പാരാഗ്രാഫിൽ വരുന്നില്ല. ഓക്കെ, അപ്പൊ ഞാൻ മൈക്ക് ഓൺ ചെയ്യാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത്രയും എടുക്കുന്നുള്ളോട്ട് ബോറടിച്ചോ നിങ്ങൾക്ക്? മതിയായാലും ഇരുന്നിരുന്ന്? ഇല്ല മാം, അങ്ങനെയൊന്നുമില്ല. ഇല്ലല്ലേ? ഓക്കെ, ഡൗട്ടൊന്നുമില്ല, എല്ലാം ക്ലിയർ ആയി? എല്ലാം വായിക്കാട്ടോ. ഒന്ന് ഞാൻ കുറെ അധികം എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാരും വായിക്കാം. ഓക്കെ, അപ്പൊ എന്നാ വൈൻഡപ്പ് ചെയ്യാം നമുക്ക്. ഓക്കെ മാം, താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു. Okay, ma'am.